നമുക്കറിയാം, കണ്ണൂര് നമ്മുടെ പ്രവർത്തകൻ മരണപ്പെടുകയുണ്ടായി അപകടത്തിൽ. മമ്മുഞ്ഞിക്ക എന്ന് പറയുന്ന നമ്മുടെ സഹപ്രവർത്തകൻ, അള്ളാഹു ഖബറിനെ സ്വർഗമാക്കുമാറാവട്ടെ. യോഗത്തെ, വൈകുന്നേരം ആരംഭിച്ച യോഗത്തെ ഉദ്ഘാടനം നിർവഹിച്ച് 9 മണിവരെ ആ യോഗത്തിന്റെ ഭാഗമായി സഹപ്രവർത്തകരോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് പോയത്. വീടെത്തുന്നതിന്റെ 2 കിലോമീറ്റർ മുമ്പ് ഒരു ഇന്നോവ കാർ അലക്ഷ്യമായ അതിവേഗതയിൽ കുതിച്ചു വന്ന് അദ്ദേഹത്തിന്റെ ആക്റ്റീവയിൽ ഇടിച്ച് അദ്ദേഹത്തെ തെറിപ്പിക്കുകയും ആ സ്പോട്ടിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു. ആ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹം ഓതിവച്ച ആയത്ത് സൂറത്തു അംബിയായിലെ 1-ാമത്തെ ആയത്തായിരുന്നു. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും ഫഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. മനുഷ്യരുടെ ഹിസാബ് തൊട്ടടുത്തെത്തിയിരിക്കുന്നു. മനുഷ്യരുടെ ഹിസാബ് വളരെ തൊട്ടടുത്താണ്. പക്ഷേ അവർ അതിനെക്കുറിച്ച് അശ്രദ്ധരാണ്. അവർ ദുനിയാവിലേക്ക് മുഴുകിയിരിക്കുകയാണ്. അവരുടെ മനസ്സിലുള്ള ചിന്ത ദുനിയാവിലെ വേഷവും ദുനിയാവിലെ സൗന്ദര്യവും ദുനിയാവിലെ വിഭവങ്ങളും ദുനിയാവിലുള്ള മറ്റു കാര്യങ്ങളും ഒക്കെയായിട്ട് ദുനിയാവിനാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത് എന്ന നിലക്ക് അവർ ദുനിയാവിലേക്ക് കുനിഞ്ഞുപോയിരിക്കുകയാണ് എന്നാണ് ആയത്തിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. സഹോദരന്മാരെ, വളരെ നിയറസ്റ്റാണ്. നാം ധരിച്ച ചെരുപ്പിനേക്കാൾ തൊട്ടടുത്താണ് നമ്മുടെ മരണം. നമുക്ക് എത്ര വലിയ മാരക രോഗമുണ്ടാകട്ടെ, നാം എത്ര വലിയ ആരോഗ്യവാനാകട്ടെ, എത്ര ആരോഗ്യമുണ്ട് എന്നത് മരിക്കാതിരിക്കാനോ എത്ര മാരകമായ രോഗമുണ്ട് എന്നത് പെട്ടെന്ന് മരിക്കാനോ ഒരു കാരണമേ അല്ല. മറിച്ച് ഖുർആൻ പറഞ്ഞത് വലികുല്ലി ഉമ്മത്തിൻ അജൽ ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സാഅ വലാ യസ്തഖ്ദിമൂൻ. എല്ലാവർക്കും നിശ്ചയിച്ച ഒരു സമയമുണ്ട്. ആ സമയത്തിനപ്പുറത്തൊരാളും പോവില്ല. ആ സമയമാകും മുമ്പ് ഒരാളെയും പിടികൂടുകയില്ല. കുട്ടി ജനിച്ച് 3 മാസം 6 മാസം 10 മാസം 1.5 കൊല്ലം 2 വയസ്സ് ഇതൊക്കെ ആയപ്പോൾ പെട്ടെന്ന് മരണപ്പെട്ടു പോയെങ്കിൽ എന്താലേ നമ്മുടെ അവസ്ഥ എന്ന് ചോദിക്കണ്ട. ആ കുട്ടിക്ക് അള്ളാഹു നിശ്ചയിച്ച സമയം അതാണ്. സമയമെത്താതെ ഒരാളെയും അള്ളാഹു എടുക്കുകയില്ല. അതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമറിനോട് പറഞ്ഞത്, ഇബ്നു ഉമർ കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബ്. നീ ഒരു അപരിചിതനെ പോലെയാകണം. ഈ നാട്ടുകാരനല്ലാത്ത ഒരാൾ. സഹോദരന്മാരെ, നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയുള്ള കളക്ഷൻ ബോക്സ് നിങ്ങളുടെ അടുക്കലൂടെ വരും. നിങ്ങൾക്കറിയാം, അത്യാവശ്യം നല്ല എക്സ്പെൻസ് ഇതിനായിട്ടുണ്ടാകും. അത്രയും നല്ല ഒരു തൗഹീദി പ്രബോധനത്തിന്റെ ഒരു വേദിയായിട്ട് അൽഹംദുലില്ലാഹ് കഴിഞ്ഞ 2 പ്രഭാഷണവും നമ്മുടെ ഈ പ്രദേശത്തെ വലിയൊരു ദൗത്യമാണ് യഥാർത്ഥത്തിൽ നിർവഹിച്ചിട്ടുള്ളത്. പ്രവാചകന്മാർ നിർവഹിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ദൗത്യം നിർവഹിക്കുന്ന ഈ വേദി ഒരുക്കാൻ തീർച്ചയായിട്ടും നല്ലൊരു എമൗണ്ട് എക്സ്പെൻസ് ആയിട്ടുണ്ടാവും. ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളും ഭാരിച്ചൊരു തുക ആ പെട്ടിയിലിട്ടാൽ എല്ലാ ബാധ്യതയും മീറ്റ് ചെയ്യപ്പെടും. പടച്ച റബ്ബിന്റെ ദീനു പറയാനുള്ള ഈ ഒരു വേദിക്ക് വേണ്ടി നമ്മളെല്ലാവരും സഹായിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമറിനോട് പറയാ, ഈ നാട്ടുകാരനല്ലാത്ത ഒരുത്തനെ പോലെ നീ ആവണം. അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ, വഴിപോക്കനെ പോലെയാകണം. എന്താ വഴിപോക്കന്റെ പ്രത്യേകത? അയാൾ ഇവിടെ വാഹനം സൈഡാക്കിയിട്ടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ആ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാൻ, ജസ്റ്റ് ഒന്ന് വണ്ടിക്ക് റെസ്റ്റ് കിട്ടാൻ, അദ്ദേഹത്തിന് ഒന്ന് കാല് നീട്ടി ഒന്ന് നടക്കാനൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് പാർക്ക് ചെയ്ത് വീണ്ടും അയാൾ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത് പോലെ ഒരു യാത്രക്കാരനെ പോലെയാകണം നീ ഇവിടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമർ ഉപദേശിച്ചപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇദാ അംസൈത ഫലാ തന്തദിറിസ് സബാഹ് വഇദാ അസ്ബഹ്ത ഫലാ തന്തദിറിൽ മസാ. നേരം വെളുത്താൽ വൈകുന്നേരമാകുമെന്ന് നീ പ്രതീക്ഷിക്കല്ലേ, വൈകുന്നേരമായാൽ നേരം വെളുക്കുമെന്നും നീ പ്രതീക്ഷിക്കല്ലേ. വഖുദ് മിൻ സിഹ്ഹതിക ലിമർദിക വമിൻ ഹയാതിക ലിമൗതിക. നിനക്ക് ആരോഗ്യമുള്ള സമയത്ത്, യൗവനമുള്ള സമയത്ത്, ചുറുചുറുക്കുള്ള സമയത്ത് നീ നിന്റെ പരലോകത്തിന് വേണ്ടി ഒരുങ്ങിക്കോ. നിന്റെ ജീവനുള്ള സമയത്ത് മരണത്തിനപ്പുറത്തേക്ക് വേണ്ടി നീ അധ്വാനിച്ചോ. നേരം വെളുത്താല് വൈകുന്നേരമാകുമെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. എത്ര ആളുകൾ മരിച്ചു അല്ലെ? സ്കൂൾ വിട്ടു പോരുന്ന 4 കുട്ടികളെ നേരെ വലിയൊരു വാഹനം പാഞ്ഞെടുത്ത് കേരളത്തിൽ നമ്മുടെ എല്ലാവരുടെയും കണ്ണ് നനയിച്ച ഒരു ആക്സിഡന്റ് റീസെന്റ്ലി നമ്മളെല്ലാവരും പത്രത്തിൽ വായിച്ചു. മിഠായി വാങ്ങിച്ച് ആ മിഠായി മധുരം നുകർന്ന് റോഡിലൂടെ തമാശ പറഞ്ഞ് നടക്കിയിരുന്ന കുട്ടികൾ. അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത് അവരുടെ അവസാനത്തെ മിഠായി ആയിരിക്കും. ഇനി അവർ അവരുടെ വീട്ടിലേക്ക് ജീവനോടെ എത്തില്ലെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഓരോ ദിവസവും രാത്രി നമ്മൾ ഉറങ്ങിയിട്ട് നേരം വെളുത്തിട്ട് നമ്മളെല്ലാവരും എണീറ്റ് പോണത് എവിടേക്കറിയങ്ങൾ? ഓഫീസിക്കല്ല, സ്കൂളിക്കല്ല,
നമ്മുടെ ലിമിറ്റ്, അള്ളാഹ് എഴുതി വെച്ച ആ ഒരു ലിമിറ്റ്, അജലുഹു, വാലിഡിറ്റി, അതിലേക്കാണ് പോകുന്നത്. സൂറത്ത് സുമറിൽ അള്ളാഹ് പറയാണ്, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ ഫയുംസികു അല്ലതീ ഖദാ അലൈഹൽ മൗത് വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. അള്ളാഹു ആത്മാവിനെ പിടിക്കുന്നത് മരിക്കുമ്പോഴാണ്. ഒരു മനുഷ്യന്റെ ആത്മാവ് അല്ലെ, സയൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ബുദ്ധിയെക്കുറിച്ചും യുക്തിയെക്കുറിച്ചൊക്കെ ആൾക്കാർ വാദവരാതെ സംസാരിക്കുന്നത്. എന്താണ് ആത്മാവ്? ഒരു പ്രയാസമില്ലാത്ത, ഒരു അസുഖമില്ലാത്ത മനുഷ്യൻ പെട്ടെന്നാണ് മരിക്കുക. എന്താ റീസൺ? സയന്റിഫിക്കലി ഒന്ന് പ്രൂവ് ചെയ്യട്ടെ. ഒന്നുമില്ല, പടച്ചോനോന്റെ കൊടുത്ത റൂഹ് കൊടുത്തത് ആരാണോ അവൻ തിരിച്ചെടുത്തു. അത് ആത്മഹത്യ ചെയ്യുന്നവൻ പടച്ച റബ്ബിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹു പറയുന്നത്, നിന്റെ കാര്യത്തിൽ നീ എന്നെ മുൻകടന്നു, നിനക്ക് ഞാൻ നൽകിയ റൂഹിനെ എന്റെ അനുവാദമില്ലാതെ നീ സ്വന്തമായി നശിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അള്ളാഹ് തന്ന റൂഹിനെ അള്ളാഹ് പിടിക്കുന്നത് മരിക്കുമ്പോഴാണ്. മരിക്കാത്ത ആളുകളുടെ റൂഹിനെ പിടിക്കുന്നത് ഉറങ്ങുമ്പോഴാണ്. ഉറക്കം ഒരു എന്താണ്, ചെറിയൊരു ഡെത്താണ്. മരണത്തിനപ്പുറത്ത് ഒരു ജീവിതം ഉണ്ടെന്ന് തെളിയിക്കാനുള്ള ഖുർആനിന്റെ ഒരു തെളിവ് ഉറങ്ങിയിട്ട് എണീക്കുന്നു എന്നുള്ളതാണ്. കാരണം റൂഹ് അള്ളാന്റെ അടുത്ത് പോകുന്നു, റൂഹിനെ വീണ്ടും തിരിച്ചു കിട്ടും. അതിനെക്കുറിച്ച് ഖുർആൻ പറയാണ്, മരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാവിനെ അള്ളാഹ് പിടിക്കും. വല്ലതീ ലം തമുത് ഫീ മനാമിഹാ, മരിക്കാത്തവന്റെ ആത്മാവിനെ അള്ളാഹ് പിടിക്കുന്നത് ഉറക്കത്തിലാണ്. ഫയുംസികു അല്ലതീ ഖദാ അലൈഹൽ മൗത് വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ. ഉറക്കത്തിൽ മരിച്ചു അല്ലെ, രാത്രിയിൽ ഉറങ്ങിയതാണ്, ഭക്ഷണം കഴിച്ച് ഉറങ്ങിയതാണ്, പിന്നെ അദ്ദേഹം എണീറ്റിട്ടില്ല നമ്മൾ പറയാറുണ്ട്. ഒരു കുഴപ്പമില്ലായിരുന്നു, ഭക്ഷണം കഴിച്ച് ഉറങ്ങിയതാണ് അല്ലേ. നേരം വെളുത്ത് വിളിച്ചു നോക്കുമ്പോൾ ആള് എണീക്കുന്നില്ല, മരിച്ചുപോയി. അപ്പൊ അള്ളാഹ് ഉറക്കത്തിൽ പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, ഉദ്ദേശിച്ച ആൾക്കാരെ അള്ളാഹ് ഉറക്കത്തിൽ പിടിക്കും. അതുകൊണ്ടാണ് സഹോദരന്മാരെ പറയുന്നത്, എന്താ വെച്ചാൽ ഈ ഉറങ്ങണ നേരത്ത് ഒതുവെടുത്ത് പ്രാർത്ഥിച്ച് ദിക്റൊക്കെ ചൊല്ലി വലത് ചെരിഞ്ഞ് കിടക്കുക എന്നുള്ളത് ഒരു ചെറിയൊരു ടാസ്ക് ആണ്. പ്രത്യേകിച്ച് നമ്മൾ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ലേറ്റായിക്ക് ഉറങ്ങുമ്പോൾ പിന്നെ നേരം കിട്ട് വെട്ടിയിട്ട പോലെ വീഴുക ചെയ്യുക. മരണം ഒന്നുകിൽ ഡേ ടൈം അല്ലെങ്കിൽ നൈറ്റ് ടൈമാ സംഭവിക്കുക. നൈറ്റ് ടൈം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഒരുങ്ങാൻ പറ്റിയ നല്ലൊരു സമയമാണ് ഉറങ്ങണ സമയം. ഈ ദിക്റുകളൊക്കെ എടുത്തിട്ട് ഒരാളാണ് മരിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ്. അപ്പൊ ചിലപ്പം മരണം ഉറക്കത്തിലായിരിക്കും. ഉറക്കത്തിൽ മരിപ്പിക്കാൻ അള്ളാഹ് ഉദ്ദേശിക്കാത്ത ആൾക്കാരെ നമ്മളൊക്കെ അതുകൊണ്ട് അങ്ങനെ നീച്ചിക്കണേ. ഇനി നാളെ പ്രഭാതത്തിൽ നമ്മൾ ഉണ്ടാവുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ നേരം വെളുത്ത് എണീറ്റവരാണ്. അവരെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ, ഒരു നിശ്ചിത സമയത്തേക്ക് വേണ്ടി ചില ആളുകൾക്ക് ഞാൻ റൂഹിനെ തിരിച്ചു നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് നേരം വെളുത്ത് എണീക്കുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. മരിച്ചു കിടക്കുന്നിടത്ത് നിന്ന് എന്നെ വീണ്ടും ജനിപ്പിച്ച അല്ലാഹുവേ, നിനക്കാകുന്നു സർവസ്തുതിയും. അൽഹംദുലില്ലാഹില്ലദീ അഫാനി ഫീ ജസദീ വറദ്ദ അലയ്യ റൂഹി വഅദ്ന ലീ ബിദിക്രി. അല്ലാഹുവേ, നിനക്കാകുന്ന സർവസ്തുതിയും. അഫാനി ഫീ ജസദീ, എന്റെ ശരീരത്തിന് ആഫിയത്ത് നൽകിയ പടച്ച റബ്ബേ. വറദ്ദ അലയ്യ റൂഹി, എന്റെ ആത്മാവിനെ എനിക്ക് തിരിച്ചു നൽകിയ റബ്ബേ, നിനക്കാകുന്നു സർവസ്തുതിയും. നേരം വെളുത്തിട്ട് നമ്മൾ പറഞ്ഞ വാക്കെന്താണ്? വറദ്ദ അലയ്യ റൂഹി, എന്റെ റൂഹിനെ എനിക്ക് തന്നെ തിരിച്ചു തന്നോനെ എന്നാണ്. ആ തെരല് സുഹൃത്തുക്കൾ അൺലിമിറ്റഡ് ആയിട്ട് തന്നിരിക്കുകയല്ല. ആ തെരല് ഒരിക്കലും അൺലിമിറ്റഡ് അല്ല. മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു, മുഹമ്മദ് ഒന്ന് മരിച്ചിട്ടിയാല് നമ്മളെ പ്രശ്നം ഒക്കെ തീരും, എന്നാ പിന്നെ നമ്മുടെ മുമ്പിൽ ശത്രുക്കൾ ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അംബിയ 34-35 ആയത്തിൽ അവർക്കുള്ള മറുപടി കൊടുക്കുകയാണ്. വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ്, ഒരു മനുഷ്യനും നാം ദുനിയാവിൽ ശാശ്വതത്വം നൽകിയിട്ടില്ല. അഫ ഇമ്മിത്ത ഫഹുമുൽ ഖാലിദൂൻ, നബിയെ അങ്ങ് മരണപ്പെട്ടാൽ അവർ എക്കാലത്തും ഇവിടെ ജീവിക്കുന്നവരാണോ? മുഹമ്മദാണ് മരിച്ചാൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിക്കൂലേ? അള്ളാന്റെ ചോദ്യം. നബിയെ മരിക്കുള്ളൂ, നിങ്ങൾ മരിക്കൂലേ? നിങ്ങൾ ഇന്നും ഇവിടെ നിൽക്കുവോ? അടുത്ത ആയത്ത് പറയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. എല്ലാ ആത്മാവും മരണം പിടികൂടും. മരിക്കുന്നു ഖുർആൻ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ചില സ്ഥലത്ത് മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്, മരിച്ചു തന്നെ പറഞ്ഞു. മരണത്തിന്റെ വെപ്രാളം വന്നു കഴിഞ്ഞു. പാസ്റ്റ് ടെൻസ് ആണ്.
ഫ്യൂച്ചറിനെ എന്തുകൊണ്ട് പാസ്റ്റ് ടെൻസ് കൊണ്ട് പ്രയോഗിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും സംഭവിക്കും, പിന്നെ അത് ഫ്യൂച്ചറായിട്ട് പറയേണ്ട ആവശ്യമില്ല. സംഭവിച്ചു തന്നെ കൂട്ടിക്കോളി, മരിച്ചു തന്നെ കൂട്ടിക്കോളി. ഇതൊരു നന്മ തിന്മകൾ കൊണ്ടുള്ള പരീക്ഷണം. സുഹൃത്തുക്കളെ, ജീവിതം ഇവിടെ തന്നെയാണെന്ന് പറയുന്നവരോട് ന്യായമായ ചില ചോദ്യങ്ങൾ നമുക്കുണ്ട്. ആ ചോദ്യത്തിനുള്ള ആൻസർ അവർ നൽകിയേ പറ്റൂ, പറഞ്ഞേ പറ്റൂ, വിവരിച്ചേ പറ്റൂ. അങ്ങകലെ പലസ്തീനിൽ മാതാപിതാക്കളുടെ വാത്സല്യത്തിന് കീഴെ താമസിക്കേണ്ട, ജീവിക്കേണ്ട, സന്തോഷത്തോടെ കളിയാടി കഴിയേണ്ട ആ പിഞ്ചു മക്കൾ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് അതിന്റെ തെരുവീഥികളിലൂടെ അലഞ്ഞു നടക്കുമ്പോൾ ഇവിടെയാണ് ജീവിതമെന്ന് പറയുന്നവരോട് നാം ന്യായമായി ചോദിക്കുന്നു, ഈ പിഞ്ചു മക്കൾ എന്ത് പിഴച്ചു? ശാരീരികമായി നിരവധി ബലഹീനതകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന, മാരകമായ രോഗങ്ങളുടെ വേദനകൾ കടിച്ചമർത്തി ക്യാൻസർ വാർഡിൽ കഴിഞ്ഞുകൂടുന്ന, 2 കിഡ്നിയും ഫെയിലിയറായി ആഴ്ചയിൽ 4-5 തവണ ഡയാലിസിസിന് പോകുന്ന പേഷ്യൻസ്, അവരുടെ ജീവിതം ഇവിടെ തന്നെയാണെങ്കിൽ എന്താ ഈ ജീവിതത്തിന്റെ അർത്ഥം? ആരവിടെ ഹാപ്പി? ന്യായമായി ചോദിക്കണം, ആരവിടെ ഹാപ്പി? ഇവിടെ പൈസക്കാര് ഹാപ്പിയാണോ? ഇവിടെ പാവപ്പെട്ടവൻ ഹാപ്പിയാണോ? ഇവിടെ ആരും ഹാപ്പിയല്ല. കാരണം ഇതൊരു സ്ഥിരമായ വാസത്തിന് പറ്റിയ സ്ഥലമല്ല. കയ്യിൽ കാശുണ്ട്, സൗകര്യങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഭക്ഷണം കഴിക്കാൻ ഡോക്ടറുടെ പെർമിഷൻ വേണം. വെള്ളം കുടിക്കാൻ ഡോക്ടർ അളവ് നിശ്ചയിച്ചിരിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം പോലും അന്നനാളത്തിലേക്ക് ഇറങ്ങാതെ മുഴുവൻ ക്യാൻസറിന്റെ വ്രണങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞു കിടക്കുന്ന എത്രയോ രോഗികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇതൊരു സ്ഥിരവാസത്തിനുള്ള ലോകമാണോ? അങ്ങനെ ആകാൻ പറ്റൂ? മുടി നിരക്കുന്ന, തൊലി ചുളിയുന്ന, പല്ല് കൊഴിയുന്ന, നടക്കാൻ കഴിയാത്ത, വാർദ്ധക്യം പിടികൂടുന്ന, അതിനപ്പുറത്ത് ഒരു ചെറിയ അപകടത്തോടുകൂടെ നിലം പതിക്കുന്ന ഇത്രയും ദുർബലനായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് സ്ഥിരമായി ഇവിടെ താമസിക്കുക? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, ഇലൈനാ തുർജഊൻ, നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരും. വലഖദ് ജിഅ്തുമൂനാ ഫുറാദ കമാ ഖലഖനാകും അവ്വല മറ, നിങ്ങളെ എങ്ങനെയാണോ ഞാൻ ആദ്യം ഉണ്ടാക്കിയത് അതുപോലെ നിങ്ങൾ വരിക തന്നെ ചെയ്യും. മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. എന്നിട്ട് അവർ നുരുമ്പി എല്ലുകള് പൊടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഹത്തേക്ക്, മുഖത്തേക്ക് ഊതിയിട്ട് ഉബയ്യ് ഇബ്നു ഖലഫ് ചോദിച്ചു. എന്താ ചോദിച്ചത്? യാ മുഹമ്മദ് അതസഉമു അന്നല്ലാഹ് യബ്അസു ഹാദാ, നീ വാദിക്കുന്നുണ്ടോ ഈ നുരുമ്പി എല്ലുകളെ പടച്ചറബ് വീണ്ടും പുനർജനിപ്പിക്കുമെന്ന്? കയ്യിലിട്ട് മനുഷ്യന്റെ എല്ലിനെ പൊടിച്ച് ഊതിയതിനു ശേഷം ഈ പാറിപ്പോയ എല്ലുകളെ, ഈ എല്ലിന്റെ പൊടിയെ ഇനിയും നിന്റെ റബ്ബ് ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണോ നീ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. എവിടെ ആയത്തിറക്കിയത്? 36-ാം അധ്യായം സൂറത്ത് യാസീൻ. എന്താ ആയത്ത്? വദറബ ലനാ മസലൻ വനസിയ ഖൽഖ قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم. സ്വന്തം സൃഷ്ടിപ്പിനെ മറന്നുപോയിട്ട് നുരുമ്പി എല്ലെടുത്ത് പൊടിച്ച് ആരാണ് ഇതിനെ ഉണ്ടാക്കിയതെന്ന് ചോദിക്കുന്നവനോട് പ്രവാചകരെ താങ്കൾ പറയുക, യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മറ, ഇല്ലായ്മയിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ആകാശത്തെ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല. മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഹൽ അതാലൽ ഇൻസാൻ ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ, പറയപ്പെടാൻ ഒന്നുമല്ലാതിരുന്നു നമ്മൾ, നിർജീവമായിരുന്നു നമ്മൾ, അല്ലേ? കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതാ ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ. നീ എങ്ങനെയാണ് അല്ലാഹുവിനെ നിഷേധിക്കുക? വകുൻതും അംവാതാ, നിങ്ങൾ നിർജീവരായിരുന്നു, നിങ്ങൾ ജീവനില്ലാത്തൊരവസ്ഥയായിരുന്നു. മനുഷ്യൻ തന്നെ ഇവിടെ ഇല്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു. പിന്നീട് കളിമണ്ണായിരുന്നു. അതിൽ നിന്ന് ആദമിനെ ഉണ്ടാക്കി, ആദമിന്റെ വാരിയിൽ നിന്ന് ഹവ്വാ ബീവിയെ ഉണ്ടാക്കി. പിൽക്കാലത്തുള്ളവർ മുഴുവൻ ഇന്ദ്രിയത്തിൽ നുത്ഫത്തിൻ അംശാജിൻ അതിൽ നിന്നുണ്ടാക്കി. അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂന അം നഹ്നുൽ ഖാലിഖൂൻ നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. മനുഷ്യനുണ്ടായ ഇന്ദ്രിയം നമ്മുടെ ശരീരമാണല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലേ? നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ദ്രിയം നമ്മൾ ഉണ്ടാക്കിയതാ. അതിനകത്താണല്ലോ ബീജമുള്ളത്. മാതാവിന്റെ അകത്താണല്ലോ അണ്ടമുള്ളത്. അണ്ടവും ബീജവും കൂടിച്ചേർന്നാണല്ലോ മനുഷ്യനുണ്ടാകുന്നത്. ഇതൊക്കെ ഉണ്ടാക്കിയത് ആരാണ്? ആരാ ഇതിനുണ്ടാക്കിയത്? കോടിക്കണക്കിന് ബീജത്തിൽ നിന്ന് ലക്ഷണമൊത്ത ഒരു ബീജത്തെ മാതാവിന്റെ ഗർഭത്തിൽ കൊണ്ടുപോയി സന്നിവേശിപ്പിച്ച ശക്തി ആരാണ്?
പടച്ചിറപ്പാണ്. ആ പടച്ചിറപ്പിൽ നിന്നൊരു പ്രശ്നമല്ല. അവൻ ആദ്യം ഉണ്ടാക്കി മനുഷ്യനെ. ആദ്യം സൃഷ്ടിച്ച പടച്ചിറപ്പ് വീണ്ടും സൃഷ്ടിക്കാൻ കഴിവില്ലാത്ത ആളായി പോയോ? അല്ലാഹ് ക്ഷീണിച്ചു പോയോ? ഖുർആൻ ചോദിക്കാൻ. മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവനെ ഞാൻ വെറുതെ വിട്ടേക്കുമെന്ന്? അലം യകുനു തുഫതം മിൻ മനിയ്യിൻ യുംനാ, കൂടിച്ചേർന്ന ഒരു നുത്ഫത്തായിരുന്നില്ലേ അവൻ? പിന്നീട് മാതാവിന്റെ ഗർഭത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ഒരു അട്ടയെ പോലെ അലഖത്തായി മാറി, പിന്നീട് മുദഅത്തായി മാറി, പിന്നീട് ഇളാമായി മാറി, പിന്നീട് എല്ലിനെ മാംസം കൊണ്ട് പൊതിഞ്ഞ് ഏറ്റവും നല്ല രൂപമുള്ള കോലമുള്ള അഹ്സനു തഖ്വീമിൽ മനുഷ്യനെ പടച്ചിറപ്പുണ്ടാക്കി. അലൈസല്ലാഹു ബിഖാദിരിൻ അലാ അൻ യുഹ്യിൽ മൗതാ. ഇങ്ങനെയൊക്കെ നിന്നെ പടിപടിയായി ഉണ്ടാക്കിയ പടച്ചോൻ, നീ മരിച്ചു മണ്ണായി തീർന്നാൽ നിന്നെ ഉണ്ടാക്കാൻ ശക്തിയുള്ളവനല്ലേ? നീ പറ. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ബീജത്തിൽ നിന്ന്. മാത്രമല്ല, ഈ അത്ഭുതപരമായ സത്യം ഖുർആൻ പറഞ്ഞത് എന്നാണ്? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ്. മനുഷ്യോൽപത്തി എങ്ങനെയെന്ന് ആലോചിക്കാൻ പോലും കഴിയാത്ത കാലത്താണ് വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ സ്റ്റെപ്സ് കൃത്യമായിട്ട് ഖുർആനിലൂടെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഒരു മരണം, ആ മരണത്തിനപ്പുറത്തൊരു ജീവിതം നമ്മെ തേടി വരാനിരിക്കുന്നുണ്ട്. അതൊരിക്കലും നമ്മൾ മറക്കരുത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മരണപ്പെട്ടു പോയി, അല്ലേ? മരണപ്പെട്ടു പോയി. വകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ സഖീമിൻ ആശ ഹിനം മിനദ് ദഹ്രി. എത്ര യുവാക്കൾ മരിച്ചുപോയി. എന്തേ പ്രശ്നം? ഒന്നും ഉണ്ടായില്ല. ലഗേജ് എല്ലാം റെഡിയാക്കി നാട്ടിലേക്ക് വരിക എന്ന് വിളിച്ചു പറഞ്ഞ് മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്ത പിന്നെ കളിപ്പാട്ടങ്ങളും അതുപോലെ തന്നെ സ്വീറ്റ്സും ഒക്കെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നതിനിടക്കാണ് പെട്ടെന്ന് സ്ട്രോക്ക് ബാധിച്ച് 45-കാരൻ മരിക്കുന്നത്. ഭാര്യയ്ക്കുള്ള വിസ റെഡിയാക്കി നാട്ടിലേക്കൊന്ന് തിരിച്ചു വന്ന് വീണ്ടും ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോകാൻ കാത്തിരുന്ന് റിട്ടേൺ ടിക്കറ്റ് എടുത്ത് 4 ദിവസം കൂടെ ഉള്ളത് ഖത്തറിന്റെ മനോഹാരിതമായ സ്ഥലങ്ങളിലൂടെ ഭാര്യയെ ചുറ്റി സഞ്ചരിച്ച് കാണിച്ചു കൊടുക്കുന്നതിനിടക്കാണ് 34-കാരൻ അറ്റാക്കായി മരിക്കുന്നത്. എത്രയോ രോഗികൾ മരിച്ചു കിട്ടിയെങ്കിലെന്ന് വിചാരിച്ച് കഴിച്ചു കൂട്ടുമ്പോ എത്രയോ യുവാക്കളാണ് പെട്ടെന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഉള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാതിരുന്നെങ്കിൽ എല്ലാവരും ആഗ്രഹിച്ചു. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയി. നബി മരിച്ചിട്ടില്ല എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമസന്തതി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ഉഹദിന്റെ സമയത്ത് അവതരിപ്പിക്കപ്പെട്ട ആയത്ത് ഓതി കൊടുത്ത് പ്രവാചകൻ മരിക്കുമെന്ന് സ്ഥാപിച്ചു കൊടുക്കുന്ന ചരിത്രം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്റെ ചോദ്യം, എപ്പോഴും മരിച്ചു പോകാവുന്ന, എപ്പോഴും അവസാനിക്കാവുന്ന, എപ്പോഴും മറ്റൊരു ലോകത്തേക്ക് പ്രവേശിക്കാവുന്ന ഈ ലോകത്ത് നാം എങ്ങനെ കഴിയണം? ഈ ജീവിതം കൊണ്ട് നാം എന്ത് നേടണം? പരമാവധി സമ്പത്തിന്റെ, അല്ലേ? എന്താണ്? കസ്റ്റമറുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്നവനാകരുത് എന്നൊക്കെ പറഞ്ഞേ, മോട്ടിവേഷൻ കൊടുക്കുകയാണ്. കാശുണ്ടാക്കണം, അവിടെ വന്നു കാശുണ്ടാക്കണം, ലക്ഷങ്ങൾ ഉണ്ടാക്കണം, വില ഏറ്റിയിട്ടണം, പരമാവധി വാരിക്കൂട്ടണം. സമ്പത്താണോ ലക്ഷ്യം? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഖജനാവിലിരിക്കുമ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കയറി വരികയാണ്. സ്വന്തം ജീവിതത്തിലെ കുടുംബപരമായ ഒരു പ്രശ്നം പറയാനാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കയറി വരുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹത്തെ പാടുകൾ കണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. എന്തേ? ഈ തപ്പനയുടെ ഓലയിൽ കിടന്ന് റസൂലിന്റെ ദേഹം പാടുവീണിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് ചോദിച്ചു, മാ യുബീകിക യാ ഉമർ, ഉമറേ നീ എന്തിനാണ് കരയുന്നത്? പറയാ, റസൂലേ, അങ്ങകലെ കിസ്റയും കൈസറും പേർഷ്യയും റോമും അടക്കി ഭരിക്കുന്ന ഭരണാധികാരികൾ സുന്ദരമായ കൊട്ടാരത്തിൽ അന്തിയുറങ്ങുമ്പോൾ അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ്. അല്ലാഹുവിന്റെ റസൂലായ അങ്ങ് കഷ്ടപ്പെടുന്നത് സഹിക്കാൻ പറ്റുന്നില്ല നബിയേ. നമ്മളെ പോലൊരു മെത്തയോ, നമ്മൾ കഴിച്ച പോലൊരു ഫുഡോ, നമ്മൾ ധരിച്ച പോലൊരു വസ്ത്രോ, നമ്മളെപ്പോലത്തെ ഒരു വീടോ അവരാരും സ്വപ്നത്തിൽ പോലും കണ്ടില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് ചോദിക്കുകയാണ്, അമാ തർദാ അൻ തകൂന ലഹുമുദ് ദുനിയാ വലനൽ ആഖിറ. ഉമറേ, അവർക്ക് അല്ലാഹു ദുനിയാവിലും എനിക്കും നിനക്കും അല്ലാഹു പരലോകത്തും നൽകുമെന്നുണ്ടെങ്കിൽ അതിലൂടെ നിനക്ക് തൃപ്തിപ്പെട്ടുകൂടെ? അവർക്ക് ഉള്ളത് ദുനിയാവിലാണ് ഉമറേ, ഞമ്മക്ക് മരിച്ചു ചെന്നാൽ പരലോകത്തുണ്ട്. അല്ലെ, മരിക്കുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പേ ഭക്ഷണം കഴിഞ്ഞു പോയിരുന്നു റസൂലിന്റെ വീട്ടിൽ. സമ്പത്തായിരുന്നു ജീവിതത്തിന്റെ പരമലക്ഷ്യമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നൽ അംബിയാ ലം യുവറിസു ദീനാറൻ വല ദിർഹമ ഫഇന്നഹും വറസു അൽ ഇൽമ. പ്രവാചകന്മാർ ഒരാളും ഒരു ദീനാറോ ദിർഹമോ അനന്തരം വെക്കാതെയാണ് ഇവിടുന്ന് മരിച്ചുപോയത്. അവർ അനന്തരമായി വെച്ചത് അൽ ഇൽമ അശ്ശറഈ, മതപരമായിട്ടുള്ള വിജ്ഞാനമാണ് അവർ ഇവിടെ അനന്തരമാക്കി ബാക്കി വെച്ചുപോയത്. അവരൊന്നും ഭൗതികമായി നേടിയില്ല. സൗന്ദര്യവും ആരോഗ്യവുമാണ് ലക്ഷ്യമെങ്കിൽ ബിലാൽ എന്ത് നേടി? ബിലാൽ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കയറി വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് ചോദിക്കുക, ബിലാൽ, അങ്ങയുടെ കാലടി ശബ്ദം ഞാൻ സ്വർഗ്ഗത്തിൽ കേൾക്കുന്നല്ലോ ബിലാൽ. കറുകറുത്ത ബിലാലിനെ നോക്കി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബിലാൽ, അങ്ങയുടെ കാലടി ശബ്ദം ഞാൻ സ്വർഗ്ഗത്തിൽ കേൾക്കുന്നുവല്ലോ എന്ന്. സൗന്ദര്യവും ആർഭാടവും ആനന്ദവും സന്തോഷവും ആരോഗ്യവുമാണ് വലുതെങ്കിൽ മഹാനായ സ്വഹാബി മിസ്അബ് റളിയല്ലാഹു അൻഹു മെലിഞ്ഞൊട്ടിയ കാലുകളാണ്. അട്ടിടയനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അത്ഭുതങ്ങൾ കണ്ട് ഇസ്ലാം സ്വീകരിച്ചു. പ്രവാചകന്റെ കൂടെ ചേർന്ന് ഖുർആൻ മനഃപാഠമാക്കി സ്വഹാബത്തിനെ പഠിപ്പിക്കുന്ന അധ്യാപകനായി. മെലിഞ്ഞൊട്ടിയ മനുഷ്യൻ അറാഖിന്റെ മരത്തിൽ കയറിയപ്പോ അദ്ദേഹത്തിന്റെ കാല് സ്വഹാബത്ത് കാണാനിടയായി. അവർ ചിരിച്ചു. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ ചിരിക്കണ്ട, ലഹുമാ അസ്ഖലു ഫിൽ മീസാനി മിസ്ല ഉഹദിൻ. നാളെ മീസാനിൽ ആ മെലിഞ്ഞൊട്ടിയ രണ്ട് കാലുകൾ ഉഹുദ് മലയേക്കാൾ ഭാരമുണ്ട്. ആരോഗ്യമാണോ സുഹൃത്തുക്കളെ? ആരോഗ്യം വേണം. പക്ഷേ ജീവിതം കൊണ്ട് നേടേണ്ടത് അതാണോ? അപസ്മാര രോഗിയായ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നബിയേ, ഞാനൊരു അപസ്മാര രോഗിയാണ്, നിങ്ങൾ എന്റെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, പെണ്ണേ, നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗ്ഗമുണ്ട്. ആ പെണ്ണ് പറയാ, നബി, ഞാൻ ക്ഷമിച്ചോളാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, സ്വർഗത്തിലെ സ്ത്രീയെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ആ കറുത്ത സ്ത്രീയിലേക്ക് നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞിട്ട് നബിയുടെ മുന്നിൽ വന്നിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ ആ സംഭവം പറഞ്ഞു കൊടുക്കുകയാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. സുഹൃത്തുക്കളെ, ഈ ഭൗതികമായിട്ടുള്ള ലോകത്ത് നേടാവുന്നത് മാക്സിമം നേടലാണോ ഏറ്റവും വലുത്? മക്കയിൽ ഇസ്ലാം സത്യമാണെന്ന് മനസ്സിലാക്കി അബ്ദുള്ള യതീമായി അമ്മാവന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന അദ്ദേഹം അമ്മാവനോട് പറഞ്ഞു, അമ്മാവ, മുഹമ്മദ് പറയുന്നത് സത്യമാണ്, അത് ദൈവികമായ വചനങ്ങളാണ്, അത് വിശ്വസിക്കണം. അമ്മാവൻ ചീത്ത പറഞ്ഞു, ശകാരിച്ചു, വീട്ടിൽ നിന്ന് പുറത്താക്കി. ചരിത്രം പറയുന്നത് അദ്ദേഹം അണിഞ്ഞ വസ്ത്രം പോലും അഴിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തെ വീട്ടിലേക്ക് വിട്ടത്. മാതാവ് ഒരു പുതപ്പ് രണ്ടായി കീറി, ഒന്നുകൊണ്ട് അരയും മറ്റൊന്നുകൊണ്ട് മേലും പുതച്ചിട്ട് മദീനയിലേക്ക് പറഞ്ഞയച്ചു. കിലോമീറ്ററുകൾ താണ്ടി ഒരു പുതപ്പിനെ രണ്ടായി പകുത്ത് അതുകൊണ്ട് ഔറത്ത് മറച്ച് കാലിൽ ചെരുപ്പ് പോലും ഇല്ലാതെ മദീനയുടെ മലമടക്കുകൾ താണ്ടിക്കടന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് എത്തുമ്പോൾ ഒരു സുബഹിന്റെ സമയമാണ്. നമസ്കാരം അദ്ദേഹം കൺകുളിർക്കെ നോക്കി നിന്നു. നമസ്കാരം കഴിഞ്ഞ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്നു. നബിയോട് തന്റെ ഗതകാല ചരിത്രങ്ങൾ പറഞ്ഞു. പിന്നീട് പ്രവാചകന്റെ കൂടെ അദ്ദേഹം ജീവിക്കാൻ തീരുമാനിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് പുതപ്പിൽ നിൽക്കുന്ന അദ്ദേഹത്തെ നോക്കിയിട്ട് വിളിച്ച പേരാണ് ദുൽബിജാദൈൻ. രണ്ട് പുതപ്പിന്റെ ഉടമസ്ഥൻ എന്ന അപരനാമം അദ്ദേഹത്തിന് കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരു യുദ്ധരാത്രിയിൽ അഹ്സാബാണെന്ന് തോന്നുന്നു, സ്വഹാബത്ത് പറയാണ്, ടെന്റിൽ നിന്ന് വെളിച്ചം കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അബ്ദുള്ള ദുൽബിജാദൈൻ മരണപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്, അബൂബക്കറുണ്ട്, ഉമറുണ്ട്. സ്വഹാബത്ത് അദ്ദേഹത്തിന് ഖബറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഖബറിന്റെ പണി പൂർത്തിയായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സാധുവായ സ്വഹാബിയുടെ ശരീരം ഖബറിലേക്ക് എടുത്തു വെക്കും മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി യംസൈതു അൻഹു റാദിയ ഫർദ അൻഹു. അല്ലാഹുവേ, ഈ മരിച്ചു കിടക്കുന്ന അബ്ദുള്ളയെ കുറിച്ച് ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. പടച്ച റബ്ബേ, നീയും അബ്ദുള്ളയെ തൃപ്തിപ്പെടണേ. ജീവിതം കൊണ്ട് കിട്ടേണ്ട ഏറ്റവും വലിയ ഭാഗ്യതാണ്, ഏറ്റവും നല്ല ഭാഗ്യം അതാണ്. ഇതുവരെ നമ്മൾ മലക്കിനെ കണ്ടിട്ടില്ല. കണ്ടിണോ? ഇല്ല.
മലക്കിനെ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് മരിക്കുന്ന സമയത്താണ്. അന്ന് മലക്ക് എന്ത് പറയണം? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, അല്ലാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ട് തൃപ്തനായിക്കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഇറങ്ങി വന്നാലും സ്വർഗത്തിലേക്കുള്ള യാത്ര. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള സൊല്യൂഷനാണ് മരണം. ആർക്ക്? വിശ്വാസിക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പേ രോഗമാണ്, നല്ല വേദനയാണ്, നല്ല പ്രയാസമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേദന കണ്ടിട്ട് പറയുന്നുണ്ട്, വാ ഖർബ അബാ, എന്റെ ഉപ്പയുടെ വേദന പടച്ചോനെ സഹിക്കാൻ പറ്റുന്നില്ല കണ്ടിട്ട്. സ്നേഹനിധിയായ മകൾ, എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് പറഞ്ഞ ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേദന കണ്ട് പരിഭവം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്തറിയോ? ലൈസ അലാ അബീക കർബുൻ ബഅദൽ യൗം, നിന്റെ പിതാവിന് ലൈസ അലാ അബീകി കർബുൻ ബഅദൽ യൗം, നിന്റെ പിതാവിന് ഇന്നേ ദിവസത്തിന് ശേഷം ഒരു പ്രയാസവുമില്ല മോളെ. 23 കൊല്ലം ഒരുപാട് പീഡനങ്ങൾ, യാതനകൾ, പട്ടിണികൾ, ആരോപണങ്ങൾ, കഷ്ടനഷ്ടങ്ങൾ എന്തെല്ലാമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിജയിച്ചത്, വകഞ്ഞു മാറ്റിയത്. ജീവന് പോലും ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ തന്നിൽ വിശ്വസിച്ച പാവപ്പെട്ട സാധുജനങ്ങളെ ക്രൂരമായി നിഷ്ഠൂരമായി കൊല ചെയ്യുന്നത് നോക്കി നിൽക്കാൻ മാത്രം സാധിച്ചിരുന്ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പരീക്ഷണങ്ങൾ, പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നേരിട്ട് അതിജയിച്ച് 23 കൊല്ലത്തെ പ്രബോധന കാലഘട്ടം, പ്രവാചകത്വ കാലഘട്ടം കഴിഞ്ഞ് ഈ ലോകത്തോട് വിട പറയുമ്പോൾ റസൂലുള്ളാഹി പറയാണ്, ഇന്നേ ദിവസത്തിന് ശേഷം ഇനി എനിക്ക് പ്രയാസങ്ങളില്ല. ദുനിയാവിലും പ്രയാസം, മരിച്ചെന്ന അവിടെയും പ്രയാസം. എന്താ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോൾ ഭാര്യ പറയാണ്, വാ ഹുസ്ന, സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ലാ തഖൂലി വാ ഹുസ്ന വഖൂലി വാ ഫർഹ, മോളെ നീ എന്റെ സങ്കടം എന്ന് പറയല്ലേ, നീ പറയേണ്ടത് എന്റെ സന്തോഷം എന്നാണ് നീ പറയേണ്ടത്. എന്റെ സന്തോഷം ഗദൻ, നാളെ ഞാൻ എന്റെ കൂട്ടുകാരുമായി സന്ധിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും എന്റെ സ്വഹാബത്തിനെയും മരിക്കുന്നതോടെ എനിക്ക് കാണാൻ പറ്റുമെന്നാണ് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നത്. സുഹൃത്തുക്കളെ, എന്ത് വേദനയും സഹിക്കാം, എന്ത് പ്രയാസവും സഹിക്കാം, വീട് ഉള്ളതിൽ താമസിക്കാം, ഉള്ള ഭക്ഷണം കഴിക്കാം, ഉള്ളത് ധരിക്കാം, എന്തെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോകാം, സ്വർഗം കിട്ടുമെങ്കിലും. മരണത്തോടുകൂടെ നമുക്ക് സമാധാനമാവും. അല്ലാഹുവേ, എന്റെ മരണത്തെ നീ എല്ലാ ശർറിൽ നിന്നുമുള്ള റാഹത്താക്കി മാറ്റണേ എന്നാണ്. സുഹൃത്തുക്കൾ, നമുക്കെല്ലാം കിട്ടി, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. വീട്, മക്കള്, ഇണകള്, വാഹനം, ജോലി, എല്ലാം. മുമ്പത്തെ കൊല്ലങ്ങൾക്ക് മുമ്പത്തെ നമ്മുടെ അവസ്ഥകൾ ആലോചിച്ചു. മര്യാദയ്ക്ക് ഒരു ഭക്ഷണം കഴിക്കാണ്ടായിരുന്നു. നമ്മുടെ മുൻഗാമികൾക്ക്, നമ്മുടെ വല്യപ്പന്മാർക്കും നമ്മുടെ ബാപ്പന്മാർക്കൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ജീവിച്ചത്. ആ കാലഘട്ടം മാറി. വൈവിധ്യങ്ങളാർന്ന ഭക്ഷണങ്ങളുടെ മേളയാണ് വിവാഹ സദസ്സുകളൊക്കെ. ആർഭാടപൂരിതമാണ് എല്ലാം. വിവാഹത്തിലെ ആർഭാടത്തിനെതിരെ സമരം നടത്തുന്നവരുടെ വിവാഹവേദികൾ പോലും ആഭാസങ്ങളുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന അത്രയും അഭിവൃദ്ധി പടച്ചിറപ്പ് നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇനി ഇതിനേക്കാൾ കൂടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിനെ ഫഖ്ർ കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട് പിടികൂടുന്നതിനെ ഞാൻ ഭയക്കുന്നില്ല. മറിച്ച് ദുനിയാവിന്റെ അനുഗ്രഹങ്ങളുടെ, ദുനിയാവിന്റെ സഹറത്തിന്റെ, അലങ്കാരത്തിന്റെ, സൗന്ദര്യത്തിന്റെ, ആർഭാടത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുന്നതിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും അധികം ഭയപ്പെടുന്നത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതുപോലെ എല്ലാവരും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അത്യാവശ്യം നല്ലൊരു അവസ്ഥയിലാണ്. എല്ലാം നമുക്ക് കിട്ടി. മരിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടും? അതാണ് ചോദ്യം. പണത്തിന്റെ മടിത്തട്ടിൽ ജനിച്ചു വീണ വ്യക്തിയാണ് മിസ്അബ് ഉമൈർ റളിയല്ലാഹു അൻഹു. ഇസ്ലാം സ്വീകരിച്ചപ്പോൾ നയാ പൈസ കൊടുക്കാതെ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തുന്നിക്കൂട്ടിയ കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിലെ പട്ടിണി പാവങ്ങളിലേക്ക് ചേർന്നു. ആര്? മക്കയിലെ പരിമളം എന്നറിയപ്പെട്ട മുസ്അബ് ഉമൈർ എന്ന ആ യുവാവ്. ദീൻ സ്വീകരിച്ചവരെല്ലാം നഷ്ടപ്പെട്ടു. ഉഹുദിന്റെ രണഭൂമിയിൽ വിശ്വാസികളെല്ലാവരും ചിതറിയോടിയപ്പോൾ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് നബിയെ ഉഹുദിൽ തീർക്കുമെന്ന് തീരുമാനിച്ചു നിൽക്കുമ്പോ മഹാനായ സ്വഹാബി മുസ്അബ് ഉമൈർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പതാക ഏന്തി ഉഹുദിന്റെ രണഭൂമിയുടെ നാനാദിക്കുകളിലൂടെയും അല്ലാഹു അക്ബർ
തക്ബീർ ധ്വനികൾ മുഴക്കി ശത്രുക്കളുടെ അറ്റൻഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുകയും ചെയ്തു. ശത്രുക്കൾ അദ്ദേഹത്തിന്റെ കൈകൾ വെട്ടിമുറിച്ച് കുന്തം കൊണ്ട് അദ്ദേഹത്തെ കുത്തി കൊലപ്പെടുത്തി ഉഹുദിന്റെ ഭൂമിയിൽ. എല്ലാം നഷ്ടപ്പെട്ടു പോയി. മരിച്ചു കിടക്കുമ്പോ, ഷഹാദത്ത് വരിച്ചു കിടക്കുമ്പോ ഒരു പുതപ്പാണ് ഉണ്ടായിരുന്നത്. ആ പുതപ്പ് കാലു മറച്ചാൽ തലയും, തല മറച്ചാൽ കാലും പുറത്താകുന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നുമില്ലാതവർ മരിച്ചു. പക്ഷേ അവർ അവരുടെ യൗവനം കൊടുത്തു, അവരുടെ ശക്തി കൊടുത്തു, അവരുടെ സമ്പത്ത് കൊടുത്തു, അവരുടെ സമയം കൊടുത്തു. ഈവൻ അവരുടെ സ്വന്തം ദേശം പോലും ത്യജിച്ച് അവർ മദീനയിലേക്ക് പലായനം ചെയ്തു. അവർക്ക് ദുനിയാവ് കൊണ്ട് കിട്ടേണ്ട ഖീമത്ത് അത് കിട്ടി. അതെന്താണ്? സ്വർഗ്ഗം. ഫമൻ സുഹസിയ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആർ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നുവോ, നരകത്തിൽ അകറ്റപ്പെട്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നുവോ, ഫഖദ് ഫാസ്, അവനാകുന്നു വിജയി. ആരാ സുഹൃത്തുക്കളെ ആഗ്രഹിക്കാത്തത്? ആരോഗ്യം നശിച്ചു പോകരുത്, സൗന്ദര്യം നശിച്ചു പോകരുത്, മക്കളും ഉമ്മയും ഉപ്പയൊന്നും മരിക്കരുത്. ആരാ ആഗ്രഹിക്കാത്തത്? പക്ഷെ ആ ആഗ്രഹം സഫലമാകും ഇവിടെ. എന്നാൽ ആ ആഗ്രഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തള്ളിക്കളയുന്നുണ്ടോ നമ്മുടെ ലൈഫിൽ? ഒരിക്കലുമില്ല. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ആ ആഗ്രഹം സഫലമാക്കി തരും. അതാണ് പരലോകത്തെ സ്വർഗ്ഗം. അതാണ് സ്വർഗ്ഗം. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഊൻ നുസുലം മിൻ ഗഫൂരിർ റഹീം. പടച്ച റബ്ബിന്റെ സൽക്കാരം. ഏതോ ആചാര സൽക്കാരത്തിൽ നമ്മൾ നേരത്തെ തന്നെ വയറൊക്കെ കാലിയാക്കി പോയി അല്ലേ? ഇത് അള്ളാന്റെ സൽക്കാരം, അടിപൊളിയുടെ വൈബിന്റെ ചില്ലിന്റെ ലോകം. അത് സ്വർഗമാണ്. ദുനിയാവിലെ കള്ളും പെണ്ണും തോന്നിവാസങ്ങളും അത് വൈബാണെന്ന് തെറ്റിദ്ധരിച്ചവർ അവർ വിലകടിക്കുകയാണ്. അവർ ദാമ്പത്യത്തിന്റെ ഫെയിലിയറിലാണ്, അവർ മാനസിക സംഘർഷത്തിലാണ്, അവർ ആത്മഹത്യയുടെ മുൾമുനയിലാണ്. ചാരിത്രം നഷ്ടപ്പെട്ടു പോയി ഒരു വൈധവ്യത്തിന്റെ അല്ലെങ്കിൽ വല്ലാത്തൊരു ദുരന്തത്തിന്റെ അവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വൈബും തേടി പോയതാ, എല്ലാം നഷ്ടപ്പെട്ടു. സ്വർഗ്ഗത്തിലെ ഏറ്റവും വലിയ വൈബ് സ്വർഗ്ഗമാണ്, ഏറ്റവും വലിയ അടിപൊളി സ്വർഗ്ഗമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഇസ്ബിർ സബ്റൻ യാ ആല യാസിർ, യാസിർ കുടുംബമേ ക്ഷമിക്കൂ, ഇന്ന മൗഇദകുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗ്ഗം വരാനുണ്ട്. എപ്പോഴാ പറയണ? നിങ്ങള് എപ്പോഴാ പറയണ? പലിച്ചക്ക് വയറ് നിറച്ച് ചോറ് കഴിച്ചിട്ട് ഈവനിങ് മഗ്‌രിബിന്റെ നേരത്ത് ഒരു 10-35 ഐറ്റം വെച്ചിട്ട് നോമ്പ് തുറക്കണ ആ നോമ്പിന്റെ പകലല്ല പറയുന്നത്. പട്ടിണി ഒരു ഭാഗത്ത്, ബുദ്ധിമുട്ടുകൾ മറുഭാഗത്ത്, ശത്രുക്കളുടെ പീഡനങ്ങൾ മറ്റൊരു ഭാഗത്ത്, അതിശക്തമായ ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങുന്ന യാസിർ കുടുംബത്തോട് റസൂലുള്ളാഹി പറയാ, ക്ഷമിക്കൂ യാസിർ കുടുംബമേ, ഇന്ന മൗഇദകുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗ്ഗം വരാനുണ്ട്. ബദറിന്റെ ഭൂമിയിൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സ്വഹാബത്തിന് റസൂലുള്ളാഹി ആവേശം പകരുകയാണ്. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ്, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന് വേണ്ടി നിങ്ങൾ മത്സരിച്ചോളൂ. ഇത് കേട്ടപ്പോ ഉമൈർ ഇബ്നുൽ ഹുമാം എന്ന് പേരുള്ള സ്വഹാബി അത് ഈത്തപ്പഴം തിന്നിങ്ങനെ ഇരിക്കുക. അപ്പൊ നബിന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, നബിയെ സ്വർഗ്ഗം, ആകാശഭൂമികളെക്കാൾ വിശാലതയുള്ള സ്വർഗ്ഗം, ഈ ബദറിൽ പങ്കെടുത്താലോ ഇവിടെ ഷഹീദായാലോ സ്വർഗമുണ്ടെന്നാണോ? റസൂൽ പറഞ്ഞതേ സ്വർഗമുണ്ട്. പിന്നെ റസൂൽ ഒരു സൗണ്ട് കേൾക്കുക, സൗണ്ട്. അപ്പൊ നബി ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പൊ അദ്ദേഹം പറയാം, നബിയെ, കാലിന്റെ തൊട്ടപ്പുറത്ത് സ്വർഗം ഉണ്ടെങ്കിൽ എന്തിനാ വെറുതെ ഞാൻ ഈ ദുനിയാവിൽ ഈത്തപ്പഴം തിന്ന് സമയം കളയണം? വേഗം സ്വർഗത്തിൽ കയറിക്കൂടെ? അൽ ജന്നത്തു അഖറബു ഇലാ അഹദികും മിൻ ശിറാകിൻ അലൈഹി വന്നാറു മിസ്ല ദാലിക്, സ്വർഗ്ഗം നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിന്റെ തൊട്ടടുത്തുണ്ട്, നരകവും അപ്രകാരം തന്നെയാണ്. ആ സ്വർഗം കിട്ടണം. അത് ഓന്റെ ഒരു ഭാഗ്യം. മക്കളൊക്കെ ഡോക്ടർ, എഞ്ചിനീയർ, അല്ലേ, വീട്, പൈസ ഒന്നും നോക്കണ്ട, ഭാഗ്യവാൻ തന്നെ. സുഹൃത്തുക്ക, ആരാ ഭാഗ്യവാൻ? ആരാ ഭാഗ്യവാൻ? വഅമ്മല്ലദീന സുഇദൂ ഫഫിൽ ജന്നതി ഖാലിദീന ഫീഹാ മാ ദാമത്തിസ് സമാവാതു വൽ അർദ് ഇല്ലാ മാ ശാഅ റബ്ബുക് അതാഅൻ ഗൈറ മജ്ദൂദ്. സൗഭാഗ്യവാൻ എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിൽ പോകുന്നവനാണ്, സ്വർഗ്ഗത്തിൽ പോകുന്നവനാണ്. എത്ര കാലം? അറ്റമില്ലാത്ത കാലം. കേറുമ്പോ തന്നെ പറയും, ഉദ്ഖുലൂഹാ ബിസലാം, ഉദ്ഖുലൂഹാ ബിസലാമിൻ
ആമിനീൻ. ഒന്നും പേടിക്കണ്ട. ഒരു നിയമനിർമ്മാണം നടത്തിയിട്ട് പുറത്താക്കൂല, ആരും തന്നെ ആരോപണം ഉന്നയിച്ച് വരൂല. പട്ടിണിയില്ല, പരിവട്ടങ്ങളില്ല, രോഗങ്ങളില്ല, വാർദ്ധക്യങ്ങളില്ല, ഒന്നും തന്നെയില്ല. വഇന്നലകും അൻ തഹ്യൂ ഫലാ തമൂതു അബദാ. എക്കാലത്തും സ്വർഗത്തിൽ ജീവിച്ചോ, നീ ഒരിക്കലും മരിക്കുകയില്ല. വഇന്നലകും അൻ തസ്ഹൂ ഫലാ തസ്ഖമൂ അബദാ. പൂർണ്ണ ആരോഗ്യത്തോടെ കഴിഞ്ഞോ, നിനക്കൊരിക്കലും രോഗം ബാധിക്കുകയില്ല. വഇന്നലകും അൻ തശിബൂ ഫലാ തുഹ്റമൂ അബദാ. പൂർണ്ണ യുവാവായി സ്വർഗത്തിൽ കഴിഞ്ഞോ, നിനക്കൊരിക്കലും വാർദ്ധക്യം ബാധിക്കുകയില്ല. വഇന്നലകും അൻ തൻഅമൂ ഫലാ തയഅസൂ അബദാ. അത്ര ഒരു കംഫർട്ട് അല്ലല്ലേ ഇവിടെ ഇരിക്കാനല്ലേ? ചെറിയൊരു തണുപ്പൊക്കെ ഇറങ്ങുന്നുണ്ട്, ഇങ്ങനെ കുറച്ചേരം ഇങ്ങനെ ഇരുന്നിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ഒരു കംഫർട്ട് അല്ലാത്തൊരു ഫീലിംഗ് അവിടെ ഉണ്ടാവില്ല. വഇന്നലകും അൻ തൻഅമൂ ഫലാ തയഅസൂ അബദാ. പൂർണ്ണമായിട്ട് ആനന്ദത്തോടെ, സന്തോഷത്തോടെ, ആർഭാടത്തോടെ, ആരോഗ്യത്തോടെ, സൗന്ദര്യത്തോടെ, ആശകൾ പൂർത്തീകരിച്ച് കുടുംബത്തോടൊപ്പം നീ ജീവിച്ചോ, നിനക്കൊരിക്കലും ഒരു വിഷമവും ഇവിടെ ഉണ്ടാവൂല. ഇതാണ് സ്വർഗം. ഇതാണ് സ്വർഗം. ഈ സ്വർഗം കിട്ടണം സഹോദരന്മാരെ. അത് കിട്ടുന്നവർക്കാണ് ഫഹുവ ഫീ ഈശത്തിർ റാദിയ, സംതൃപ്തകരമായ ജീവിതമുള്ളത്. അവർക്ക് ആ സംതൃപ്തകരമായ ജീവിതമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് അവിടെയുള്ള സ്വഹാബത്തിന് ഇങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കും, ഇങ്ങനെ ചെറിയ ചെറിയ ടോക്ക് ഇങ്ങനെ കൊടുക്കും, അവർക്ക് ഡിസ്കഷൻ ചെയ്യാനുള്ള അവസരം കൊടുക്കും. അപ്പൊ ആ സദസ്സിൽ ഒരാളുണ്ടാവും, അയാളുടെ കൂടെ ഒരു ചെറിയ കുട്ടി ഉണ്ടാവാറുണ്ടായിരുന്നു. അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ ആബ്സെന്റ് ആണ്. അപ്പൊ നബി സ്വഹാബത്തോട് ചോദിച്ചു, എവിടെ പോയി അയാൾ? അപ്പൊ അവര് പറഞ്ഞു, നബിയെ, ആ കുട്ടി മരിച്ചു റസൂൽ, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവുന്ന ആ കുട്ടി മരിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നു. ദുഃഖിതനായ തന്റെ അനുചരൻ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിച്ചു. എന്നിട്ട് നബി അദ്ദേഹത്തോട് ചോദിച്ചു, സുഹൃത്തെ, നിന്റെ മകൻ മരിക്കാതെ നിനക്ക് സന്തോഷവും സംരക്ഷണവും നൽകി നിന്റെ കൂടെ കഴിയുന്നതാണോ നിനക്ക് സന്തോഷം? അതല്ല, ഈ മരണപ്പെട്ടു പോയ കുട്ടി നാളെ പരലോകത്ത് സ്വർഗ കവാടത്തിന്റെ മുന്നിൽ താങ്കളെയും കാത്തു നിൽക്കുന്ന, താങ്കളുടെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു അവസ്ഥക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണോ താങ്കൾക്ക് സന്തോഷം? എന്താ പറഞ്ഞേ? ചെറുപ്പത്തിൽ മരിച്ച ഈ കുട്ടി സ്വർഗത്തിന്റെ ഡോറിന്റെ മുമ്പിൽ ഉണ്ടാവുന്ന, ഉപ്പനെ കാത്തു നിൽക്കും, ഉപ്പന്റെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് പോകും. ഒരു കുഞ്ഞ് ചെറുപ്പത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര സങ്കടം ഉണ്ടാവും ഒരു ഫാദറിന്, അല്ലെ, ഒരു ഉമ്മയ്ക്ക്. എന്നാൽ ആ സങ്കടവും ആ പ്രയാസവും എല്ലാം അടക്കി വെക്കാൻ നമുക്കുള്ള പവറാണ് തരും. എന്ത്? ഈ കുട്ടി നാളെ സ്വർഗത്തേക്ക് എന്റെ കൈപിടിച്ച് കൊണ്ടുപോകാനുണ്ടാകും. എന്റെ ദാസന്റെ കരളിന്റെ വിഭവത്തെ നിങ്ങൾ പറിച്ചു കൊണ്ടുവന്നോ? കുട്ടിയുടെ ആത്മാവുമായി മലക്കുകൾ ചെല്ലുമ്പോ അള്ളാഹു ചോദിക്കുന്ന ചോദ്യമാണ്, അതേ പടച്ചോനെ ഞങ്ങൾ പിടിച്ചു. മദാ ഖാല അബ്ദി, എന്റെ ദാസൻ എന്താണ് പറഞ്ഞത്? ഹമിദക വസ്തർജഅ, നിന്റെ ദാസൻ നിന്നെ സ്തുതിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. അള്ളാഹു പറയുമെങ്കിൽ അവന് സ്വർഗത്തിൽ ഒരു വീട് പണിയൂ, ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന് പേര് വെക്കൂ. എല്ലാം സഹിക്കാനും എല്ലാം ക്ഷമിക്കാനും പിടിച്ചു നിൽക്കാനും പറ്റും. സ്വർഗം, പരലോകം മനസ്സിൽ രൂഢമൂലമായാൽ. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. കച്ചവടം തടസ്സമല്ല, ബിസിനസ് തടസ്സമല്ല, കല്യാണം തടസ്സമല്ല, മരണം തടസ്സമല്ല. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അല്ലാഹുവിനെ സ്തുതിക്കാൻ, നിസ്കാരം നിലനിർത്താൻ, സകാത്ത് കൊടുക്കാൻ അവന്റെ ഭൗതികമായ ഒരു ഏർപ്പാടും തടസ്സമല്ല. കാരണം എന്താ? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. അവൻ ഒരു ദിവസത്തെ ഭയക്കുന്നു, ഒരു ദിവസത്തെ ഭയക്കുന്നു, പരലോകത്തെ ഭയക്കുന്നു, സ്വർഗം ആഗ്രഹിക്കുന്നു, നരകത്തെ ഭയക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ഒരു പരലോകത്ത് ജയിക്കലാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, തഹലത്തി ദുനിയ മുദ്ബിറ വർതഹലത്തിൽ ആഖിറത്തു മുഖ്ബില.
ദുനിയാവ് ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ പോവാണ്. ആഖിറത്ത് മുന്നിക്ക് ഇങ്ങനെ വരികയാണ്. ഖബർ ഇങ്ങനെ അടുത്തേക്ക് വരികയാണ്. വലികുല്ലി വാഹിദത്തിൻ മിൻഹാ ബനൂന ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ വലാ തകൂനൂ മിൻ അബ്നാഇദ് ദുനിയാ. നിങ്ങൾ ദുനിയാവിന്റെ മക്കളാവല്ലേ, നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാകണം. ദുനിയാവിന് വേണ്ടി ചെയ്യണത് പോലും ആഖിറത്ത് നിയത്താക്കുക. ഇതിനർത്ഥം പഠിക്കണ്ട, ജോലിക്ക് പോകണ്ട, അതൊന്നുമല്ല. ദുനിയാവിൽ ഓഹരി മറക്കണ്ട, എല്ലാം ചെയ്യാം. പക്ഷെ ആ ചെയ്യുന്നതും പരലോകത്തിന് വേണ്ടിയാവുക. ആ ചെയ്യുന്നതിനിടക്കും പരലോകത്തിന് വേണ്ടി ചെയ്യാം. മൻ കാനത്തിൽ ആഖിറതു ഹമ്മുഹു ജമഅ അല്ലാഹു ശംലഹു വജഅല ഖിനാഹു ഫീ ഖൽബിഹി വഅതത്ഹു ദുനിയാ വഹിയ റാദിമ. 3 നേട്ടങ്ങൾ ആർക്ക്? ആഖിറം ലക്ഷ്യമാക്കുന്നവന് 3 നേട്ടങ്ങൾ. ഒന്നാമത്തെ നേട്ടം, അവന്റെ കാര്യങ്ങൾ അല്ലാഹു ശേഖരിച്ചു കൊടുക്കും. രണ്ടാമത്തെ നേട്ടം, അവന്റെ കൺമുന്നിൽ അള്ളാഹു ധന്യത ഇട്ടുകൊടുക്കും. കിട്ടുന്ന കുറച്ചായിരിക്കും, പക്ഷേ ഭയങ്കര മാനസികമായ ധന്യത ഉണ്ടാവും. മൂന്നാമത്തെ കാര്യം, ദുനിയാവ് അവനെ തേടി ഇങ്ങോട്ട് വരും. കാരണം അവന്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം ലക്ഷ്യമാക്കുന്നവന് പരലോകത്തേക്കുള്ള വഴി എളുപ്പമാക്കി പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ നയിക്കും. അതുകൊണ്ട് പരലോകത്തിന്റെ മക്കളാകണം. കാരണം എന്താ? ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്. ഇന്ന് അമലിന്റെ ലോകമാണ്, ഇവിടെ ഹിസാബില്ല. വഖദൻ ഹിസാബുൻ വലാ അമൽ. നാളെ ഹിസാബാണ്, അവിടെ അമലില്ല. സുഹൃത്തുക്കളെ, ഖുർആൻ ഒരു അക്ഷരോതി എത്ര കൂലി? 10 കൂലി. എപ്പോഴാ ഓതേണ്ടത്? ജീവനുള്ള സമയത്ത്. നമ്മൾ പറയും ബിസിനസ്സാണ്, പഠനമാണ്, തിരക്കാണ്, യാത്രയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. പിന്നെ നമ്മൾ എപ്പോ ചെയ്യും? മരിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ. മലക്കുൽ മൗത്തും സംഘവും റൂഹിനെ പിടിക്കാൻ വരുമ്പോ മരിക്കാനിരിക്കുന്ന മനുഷ്യൻ പറയും, പടച്ചോനെ, എന്റെ ആത്മാവിനെ ഇപ്പൊ പിടിക്കല്ലേ, കുറച്ചൊന്ന് എന്നെ പിന്തിപ്പിക്കണേ. പഠനം മുഴുവനായിട്ടില്ല, വീടിന്റെ പണി പൂർത്തിയായിട്ടില്ല, എൻ്റെ മക്കളെ കല്യാണം തീർന്നിട്ടില്ല, അവരെയൊക്കെ ഒന്നൊരു സ്റ്റെബിലിറ്റിയിലേക്ക് എത്തിച്ചിട്ടില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാന്നല്ല. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു. അല്ലാഹുവേ, ചെയ്യാതെ മാറ്റിവെച്ച ഒരുപാട് കർമ്മങ്ങളുണ്ട് പടച്ചോനെ. ഹയ്യ അലസ്സലാ എന്ന വിളി കേട്ടപ്പോ ബൈക്കൊന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ പോയി, ഉറക്കമൊന്ന് കളയാൻ പറ്റാതെ പോയി, തിരക്കൊന്ന് മാറ്റിവെക്കാൻ പറ്റാതെ പോയി. കൂട്ടുകാർ വിളിച്ചപ്പോൾ അള്ളാഹുവിന്റെ ദീന് പരിഗണിക്കാൻ പറ്റാതെ പോയി. യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ കണ്ട് വേഷവും കോലവും രൂപവും എല്ലാം മാറ്റി ഹറാമും ഹലാലും നോക്കാതെ പരമാവധി സമ്പാദിച്ചു. എനിക്ക് ഏറ്റവും വലുത് എന്റെ സുഖമായിരുന്നു, എന്റെ ആനന്ദമായിരുന്നു, എന്റെ സന്തോഷമായിരുന്നു, ഈ ദുനിയാവിലെ വൈബായിരുന്നു എനിക്ക് ഏറ്റവും വലുത്. അതുകൊണ്ട് പടച്ചോനെ, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. റബ്ബിർജിഊൻ, ഒന്നും മടക്കി തരുമോ? നമ്മളാരെയും മരിച്ചണോ? മരിച്ച ആരെങ്കിലും നമ്മളോട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് കഴിയോ? കഴിഞ്ഞോണൊന്നുമില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പച്ചക്ക് പറഞ്ഞത് ആ സമയത്ത് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് പറയാൻ പറ്റാത്ത കാര്യം പടച്ച റബ്ബ് നമുക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്തി തരികയാണ്. ആ സമയത്ത് മനുഷ്യന്റെ അവസ്ഥ അതായിരിക്കുമെന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, ചെയ്യേണ്ടത് ഇപ്പോഴാണ്. ഖുർആനും സുന്നത്തും ശരിക്ക് പഠിച്ചു മനസ്സിലാക്കി നമ്മൾ പരലോകത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങണം. ولا تخزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم ولا تخزني يوم يبعثون. ഒരു മഹാപ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹു ഒരുപാട് മഹത്വങ്ങൾ കൽപ്പിച്ച, ഒരുപാട് സ്ഥാനങ്ങൾ കൽപ്പിച്ച, ഖലീലായി സ്വീകരിച്ച, ഇബ്രാഹിം അല്ലദീ വഫാ, എല്ലാ കടമകളും കടപ്പാടുകളും പൂർത്തീകരിച്ച, അവ്വാഹുൻ ഹലീമായ, ക്ഷമയുള്ള അങ്ങേയറ്റം ഖേദിച്ചു മടങ്ങുന്നവനായ, എല്ലാ കൽപ്പനകളും കൃത്യമായി അതമ്മഹുന്ന, എല്ലാം പൂർത്തീകരിച്ച മുഹമ്മദ് നബിയോട് പോലും പിൻപറ്റാൻ പറഞ്ഞ മില്ലത്ത് ഇബ്രാഹിമിന്റെ ഉടമസ്ഥനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, പടച്ച റബ്ബേ, റബ്ബിലാ തുഖ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ. മക്കളും സന്താനങ്ങളും സമ്പത്തും അല്ല നമുക്ക് ഏറ്റവും വലുത്. നമ്മുടെ മക്കള്, നമ്മുടെ ജോലി, ഇതിന് നമ്മൾ ഏറ്റവും അധികം സമയം ചെലവാക്കുന്നതിനാണ്. അത് ഉപകാരപ്പെടാത്തൊരു ദിവസം പരലോകമാണ്. പരസ്പരം ഉറ്റ ബന്ധുക്കളെ ആരും ചോദിക്കുകയില്ല. ഒരു കുടുംബ ബന്ധം ഉണ്ടാവില്ല. ആരും അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കൂല. ഉമ്മ എവിടെ, വല്യമ്മ എവിടെ, ഉപ്പാപ്പ എവിടെ,
ആരും ചോദിക്കൂല. എന്റെ പിഞ്ചു മകളെവിടെ, എന്റെ പൊന്നോമന പുത്രി എവിടെ, എന്റെ മകൻ എവിടെ ചോദിക്കൂല. ആരും ആരെയും നോക്കാത്ത പരലോകം. ആർക്കും തന്നെ തന്റെ സമ്പത്തോ തന്റെ കുടുംബമോ ഉപകരിക്കാത്ത പരലോകം. അവിടെ ആരാ ജയിക്കുക? തെളിഞ്ഞ ഹൃദയമായിരിക്കണം. സ്വർഗം കിട്ടാനുള്ള വഴി എന്താ? നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അവയവങ്ങളുണ്ട് ഉണ്ടല്ലോ. അതിൽ ഒരു അവയവുണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ഒരു മുദ്ഗത്തുണ്ട്, ഒരു മാംസക്കട്ടയുണ്ട്. അത് നന്നായാൽ മുഴുവനായിട്ടും അയാൾ നന്നാകും. അത് കേടുവന്നാൽ പൂർണ്ണമായിട്ടും അയാൾ കേടുവരും. അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്. ശരീരം എത്ര കരുത്തുണ്ടായിട്ടും കാര്യമില്ല, മനസ്സ് ദുർബലമാണോ ആള് പൂച്ചയായിരിക്കും. മനസ്സ് പവർഫുൾ ആണോ, ആള് എത്ര സ്കെൽട്ടൻ ആണെങ്കിലും എത്ര കഴിവ് കുറഞ്ഞ ആളാണെങ്കിലും ആള് സ്ട്രോങ് ആയിരിക്കും. മനസ്സിന്റെ കരുത്താണ് ഏറ്റവും പ്രധാനം, അല്ലേ? ആ മനസ്സിന്റെ കരുത്ത്, ആ മനസ്സ് ശരിയാവണം. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഫീ അംവാലിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. നബിയുനാ വഹബീബുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ രൂപത്തിലേക്കല്ല, നിങ്ങളുടെ സമ്പത്തിലേക്കല്ല, നിങ്ങളുടെ പ്രൗഢിയിലേക്കല്ല, നിങ്ങളുടെ ലൈക്കിലേക്കല്ല, നിങ്ങളുടെ സ്റ്റാറ്റസിലേക്കല്ല, നിങ്ങളുടെ മറ്റു ഭൗതിക കാര്യങ്ങളിലേക്കല്ല പടച്ചറബ് നോക്കുന്നത്. അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്, നിങ്ങളുടെ പ്രവർത്തനത്തിലേക്കാണ്. നിഷ്കളങ്കമായ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന നിഷ്കപടമായ കർമ്മങ്ങളാണ് പടച്ചറബിന് ഏറ്റവും പ്രിയപ്പെട്ടത്. അതുകൊണ്ട് അത് നന്നാവണം. ഖദ് അഫ്ലഹ മൻ സക്കാഹാ ഖദ് അഫ്ലഹ മൻ തസക്കാ അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ. ഒക്കെ തസ്കിയത്താണ്. മനസ്സിനെ ശുദ്ധാക്കുക. മനസ്സാണ് എല്ലാത്തും എത്തിക്കണം. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്. മനുഷ്യന്റെ ഹൃദയത്തിലാണ് ശൈത്താൻ കളിക്കുന്നത്. ഹൃദയത്തില് ഒരു തെറ്റ് ചിന്തിക്കണതിന് മുമ്പ് ശൈത്താൻ വസ്വാസ് ഉണ്ടാക്കുകയാണ്. എവിടെ? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. മനുഷ്യരുടെ ഹൃദയത്തിലാണ് ശൈത്താൻ വസ്വാസ് ഉണ്ടാക്കുന്നത്. അതിലാണ് ശൈത്താൻ തോന്നലുകൾ ഉണ്ടാക്കുന്നത്. വെറുപ്പിച്ചാലും ചടപ്പിച്ചാലും വീണ്ടും വീണ്ടും പ്രേരിപ്പിച്ചുകൊണ്ട് നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്ന ശൈത്താൻ. അതുകൊണ്ടാണ് റിപ്പീറ്റേഷൻ കണ്ടല്ലേ? അതിങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തോ നടത്തിക്കൊണ്ടേയിരിക്കും. അത് ഹൃദയത്തിലാണ്. അതുകൊണ്ട് ഹൃദയം ശുദ്ധമായാലേ പരലോകത്ത് ജയിക്കാൻ പറ്റുള്ളൂ. ഇന്ന് മരിച്ചാൽ സ്വർഗം കിട്ടണമോ? നമ്മുടെ ഹൃദയം ശുദ്ധമാകണം. ആ ഹൃദയം ശുദ്ധമാകണമോ? ആ ഹൃദയം ശുദ്ധമാകണമെങ്കിൽ ആദ്യം ശുദ്ധമാകേണ്ടത് ഇവിടെ പറഞ്ഞ ശിർക്കിൽ നിന്നും ഖുറാഫാത്തുകളിൽ നിന്നും മുക്തമാകലാണ്. സുഹൃത്തുക്കൾ, നമ്മുടെ പരലോകത്തിനാണ്. ഒരു ഉസ്താദും നമ്മുടെ ഖബറിലില്ല, ഒരു പിതാവും നമ്മുടെ ഖബറിലില്ല, ജീവനോട് ചേർന്ന് നിന്ന നമ്മുടെ ഇണ പോലും നമ്മുടെ കൂടെയില്ല, നമ്മുടെ മക്കളും കൂടെയില്ല. മരിച്ചു എന്ന് കേൾക്കുമ്പോ വാട്സപ്പിലൂടെ നമ്മുടെ വിവരങ്ങൾ കൈമാറും. ഇന്നാലില്ല, ഇന്നയാൾ മരിച്ചു. പിന്നീട് വരുന്ന ചോദ്യങ്ങളൊക്കെ മയ്യത്തെത്തിയോ, മയ്യത്ത് കുളിപ്പിച്ചോ, മയ്യത്ത് വീട്ടിൽ നിന്ന് എടുത്തോ, മയ്യത്ത് നമസ്കാരം എപ്പോഴാണ്, മയ്യത്ത് കബറടക്കുന്നത് എപ്പോഴാണ്, പേര് പോലും മാറിപ്പോവും. സഹോദരന്മാരെ, വ്യത്യസ്ത പേരിൽ അറിയപ്പെടുന്ന നമ്മളൊക്കെ ഒറ്റ പേരിൽ അറിയപ്പെടുന്നത് മരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഓർത്തോ, നമുക്കൊരു പക്ഷപാതിത്വവും വേണ്ട, നമുക്ക് ആരോടും ഒരു വാശിയും വേണ്ട. വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിലുണ്ട്, പ്രവാചകന്റെ സുന്നത്ത് നമ്മുടെ മുന്നിലുണ്ട്. ആരാണോ അതിനെ മുറുകെ പിടിക്കുന്നത്, ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി. ഖുർആനും സുന്നത്തും ഇവിടെ ഉണ്ട്. ഏതിനെ അനുകരിക്കണ്ട. ബാപ്പനെ നോക്കാൻ പറഞ്ഞില്ല, വല്യപ്പനെ നോക്കാൻ പറഞ്ഞില്ല, പണ്ഡിതന്മാരെ നോക്കാൻ പറഞ്ഞില്ല, സംഘടന നോക്കാൻ പറഞ്ഞില്ല, രാഷ്ട്രീയം നോക്കാൻ പറഞ്ഞില്ല. ഖുർആനും സുന്നത്തും നോക്കാനാണ് പറഞ്ഞത്. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്കിടയിൽ മതപരമായ വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതയുണ്ടോ? ഇതാ പടച്ച റബ്ബിന്റെ കലാം, കലാമുല്ലാഹി അൽ മുനസ്സൽ. അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണത്. പടച്ച റബ്ബിന്റെ കലാമാണ്. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നീട്ടപ്പെട്ട കയറാണത്.
അതുകൊണ്ട് വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. നമ്മൾ സുന്നി മുജാഹിദും പലവിധ സംഘടനകൾ പറഞ്ഞ് തർക്കിക്കേണ്ടവരല്ല. നമ്മുടെ പ്രമാണം ഒന്നാണ്, നമ്മുടെ പ്രവാചകൻ ഒന്നാണ്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ. നിങ്ങൾ ഭിന്നിക്കല്ലേ, ആ ഖുർആനിന്റെ പാശത്തെ മുറുകെ പിടിക്കൂ, മുത്തുനബിയുടെ ജീവിതത്തെ മുറുകെ പിടിക്കൂ, അതിലേക്ക് വരൂ, ഒരുമിച്ച് ചേരൂ. ആ ഖുർആനിലെ വിശ്വാസം എന്താണോ അത് നമുക്ക് വിശ്വസിക്കാം. ആ ഖുർആനിലെ സ്വഭാവം എന്താണോ അത് നമുക്ക് സ്വഭാവമാക്കാം. ആ ഖുർആൻ പഠിപ്പിക്കുന്ന അതിന്റെ വിശദീകരണമായ സുന്നത്ത് പഠിപ്പിക്കുന്ന കർമ്മം എന്താണോ അത് നമുക്ക് കർമ്മമാക്കാം. അതാണ് റസൂലുള്ള സ്വർഗത്തിലേക്കുള്ള വഴിയാക്കിയിട്ട് വിട്ടേച്ചു പോയിരിക്കുന്നത്. യാതൊരു പക്ഷപാതിത്വ കാര്യത്തിൽ വേണ്ട, യാതൊരു തരത്തിലുള്ള മറ്റു രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്യണ്ട. അള്ളാഹുവിന്റെ വഹിയാണ്, അതിൽ മാറ്റമില്ല. കാലാനുവർത്തിയായ ഖുർആൻ ഇത്രയധികം വിമർശനങ്ങൾ ഉണ്ടായിട്ട്, ഇത്രയധികം ആന്റി ഇസ്ലാം ടെററിസമാണെന്ന് ചിത്രീകരിക്കാൻ ബോധപൂർവ്വ ഇവിടെ ശ്രമം നടത്തിയിട്ട്, ഇസ്ലാമോ ഫോബിയ ലോകത്തുള്ള മുഴുവൻ മീഡിയകളും ഇസ്ലാമിന് നേരെ തിരിച്ചു വെച്ച് ആളുകളെ ഇസ്ലാമിലേക്കുള്ള ഒഴുക്കിനെ തടഞ്ഞു വെച്ച്, ഇസ്ലാമിനെ പ്രീച്ചിങ് നടത്തുന്ന പ്രബോധകന്മാരെ തടങ്കലിലിട്ട്, ഇസ്ലാമിന് വേണ്ടിയിട്ട് പേനയുന്തുന്ന ആളുകളുടെ പേനയെ പിടിച്ചു വെച്ച് അവർക്ക് നേരെ കുറ്റങ്ങൾ ചുമത്തിയിട്ട്, ഇസ്ലാമിയുടെ പറയാതിരിക്കാൻ, ഇസ്ലാമിയുടെ പ്രചരിക്കാതിരിക്കാൻ പലതരത്തിലുള്ള നീക്കങ്ങൾ നടന്നിട്ടും ദി ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലിജിയൻ, ലോകത്തെ ഏറ്റവും വേഗതയിൽ പടർന്നു പന്തലിക്കുന്ന മതമായി ഇസ്ലാം രാജ്യാതിർത്തികളെ ഭേദിച്ചുകൊണ്ട് അതിജയിച്ച് കടന്നു പോകുന്ന എന്തുകൊണ്ടാണ്? അത് മുഅ്ജിസത്താണ്. അതാണ് വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലി വദ്ഉ ശുഹദാഅകും ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾക്ക് ഈ ഖുർആനിൽ സംശയമുണ്ടോ? നിങ്ങൾക്ക് വാദമുണ്ടോ ഇത് മുഹമ്മദ് നബി ഉണ്ടാക്കിയതാണെന്ന്? നിങ്ങൾക്ക് വാദമുണ്ടോ ഇത് കെട്ടുകഥയാണെന്ന്? നിങ്ങൾക്ക് വാദമുണ്ടോ ഇത് പഴംപുരാണമാണെന്ന്? നിങ്ങൾക്ക് വാദമുണ്ടോ ഇത് സാഹിത്യമാണെന്ന്? നിങ്ങൾക്ക് വാദമുണ്ടോ ഇത് കവിതയും ഏതെങ്കിലും തരത്തിലുള്ള സാഹിത്യവുമാണെന്ന്? എല്ലാവരെയും വെല്ലുവിളിക്കുന്നു ലോകത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ, ലോകത്തെ ശാസ്ത്രകാരന്മാരെ, ലോകത്തെ ചരിത്രകാരന്മാരെ, ലോകത്തുള്ള മുഴുവൻ ആളുകളെയും വെല്ലുവിളിക്കുന്നു ഖുർആൻ. ഈ ഖുർആനിലുള്ളതുപോലത്തെ ഒരു സൂറത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് വിശുദ്ധ ഖുർആൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് വെല്ലുവിളിച്ചിരിക്കുകയാണ്. മാലയും എഴുത്തും കുത്തുക്കളും മാറ്റിവെക്കുക, എന്നിട്ട് ഖുർആനും സുന്നത്തും എടുക്കുക. ന്യായമല്ലേ? റസൂലുള്ളാഹി മരിച്ചു, മരിച്ചില്ലെന്ന് ഉമർ പറഞ്ഞു, മരിച്ചുവെന്ന് അബൂബക്കർ പറഞ്ഞു. സ്വഹാബത്തിനിടയിൽ ആശങ്കയായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു, ഖുർആനിലെ ആയത്തോതി. പിന്നെന്താ സംഭവിച്ചത്? ഉമർ അവിടെ ഇരുന്നു, പിഞ്ചു പൈതങ്ങൾ കരയുന്ന പോലെ. റസൂലുള്ളാഹി മരിച്ചു എന്ന് കേട്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. എങ്ങനെ സഹിച്ചത്? ഖുർആനോതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ എവിടെയായിരിക്കണം? സ്വഹാബത്തിനിടയിൽ ആശയക്കുഴപ്പമായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകന്മാർ എവിടെയാണോ മരിച്ചത് അവിടമാണ് ഖബർ എന്ന് റസൂലുള്ളാഹി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഹദീസ് വന്നതോടെ പരിഹാരമായി. പിന്നെ അവിടെ തർക്കണ്ടോ? അത് പറ്റില്ല. നമ്മളങ്ങനെ വിചാരിക്കില്ല, നമ്മളെ ടീം അങ്ങനെ തീരുമാനിച്ചിട്ടില്ല, നമ്മളെ ടീം എന്താണോ തീരുമാനിച്ചത് അതെവിടെ നടക്കുള്ളൂ പറഞ്ഞോ? ഇല്ല, ഹദീസാണ്, ഖുർആനാണ്. ആരാണ് അടുത്ത ഖലീഫ? മുഹാജിർ പറഞ്ഞു മുഹാജിറുടെ ഭാഗത്ത് നിന്നാണ്. അൻസാരികൾ പറഞ്ഞു അൻസാരികളുടെ ഭാഗത്ത് നിന്നാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഖുറൈശികളിൽ നിന്നാണ് നേതാക്കന്മാർ ഉണ്ടാകേണ്ടത്, അൻസാരികളിൽ നിന്ന് വുസറാക്കളാണ് ഉണ്ടാകേണ്ടത്. ഹദീസ് പറഞ്ഞതോടുകൂടെ അവിടെ പരിഹാരമായി. എല്ലാവരും ഒരുമിച്ച് പ്രഖ്യാപിച്ചു അബൂബക്കറാണ് ഖലീഫ. എങ്ങനെ അഭിപ്രായ വ്യത്യാസം തീർത്തത്? ഖുർആനും ഹദീസും. അതുകൊണ്ട് ആ ഖുർആനും ഹദീസും പഠിച്ച് അതിലുള്ള വിശ്വാസം പുൽകണം. വിശ്വാസം, പടച്ചോനുള്ള വിശ്വാസം രൂഢമൂലമായി കഴിഞ്ഞാൽ തരങ്ങള് ഏത് മുസീബത്ത് നമുക്ക് തടയാൻ പറ്റും. എന്ത് പ്രയാസങ്ങൾ വന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റും. കാരണം ഖുർആൻ പറയുമാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാ, അല്ലാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ ഒരു മുസീബത്തും ബാധിക്കുന്നില്ല. വമൻ യുമിൻ ബില്ലാഹി യഹ്ദി ഖൽബ വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. ആരാണോ ഈമാനുള്ളവൻ അവന്റെ ഹൃദയത്തിന് പടച്ച റബ്ബ് ഒരു വഴി കാണിച്ചു കൊടുക്കും. എന്ത് മുസീബത്ത് വന്നാലും ഓനങ്ങോട്ട് തൂങ്ങാൻ തീരുമാനിക്കൂല, അല്ലെ? എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ തന്നെ തൂങ്ങി മരിക്കുക. ഇതൊക്കെ എന്ത് വിശ്വാസമാണ്? ഈമാനുള്ളവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് അവന്റെ ഹൃദയത്തിന് ഒരു ഗൈഡ് ലൈൻ കാണിച്ചു കൊടുക്കും. അതൊരു വെളിച്ചമാണ്. വിശ്വാസം, ഈമാൻ ഹൃദയത്തിനൊരു വെളിച്ചമാണ്. ആ വിശ്വാസം ഉള്ളവൻ എന്താ ചെയ്യാറ്? എല്ലാം കൂടെ കൂടിയിട്ട് നമ്മളെ തരിയാൻ വെക്കല്ല, പടച്ച റബ്ബിൽ ബലമേൽപ്പിച്ചാൽ അവൻ അല്ലാഹ് മതി.
യാ ഹയ്യ യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐനി. എന്താ പ്രാർത്ഥന? ഹയ്യും ഖയ്യൂമുമായവനെ, കണ്ണിമ വെട്ടുന്ന നേരം പോലും എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കല്ലേ. എന്റെ ആരോഗ്യം, എന്റെ മക്കളുടെ കാര്യം, എന്റെ കുടുംബത്തിന്റെ വിഷയം, എന്റെ സാമ്പത്തിക പ്രയാസം, ഇന്നമാ അശ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്. ഏറ്റവും അധികം സ്നേഹിച്ച സ്നേഹനിധിയായ യൂസുഫിനെ മിസ്സാക്കിയിട്ട് 10 ആങ്ങളമാർ, 10 ഇക്കാക്കമാർ കള്ള രക്തം പുരട്ടിയിട്ട് കയറി വന്നപ്പോ സങ്കടം അടക്കാൻ കഴിയാതെ വിഷമിച്ച യാക്കൂബ് നബി അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് പറയാണ്, അല്ലാഹുവേ ഇന്നമാ അശ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്. അല്ലാഹുവേ എന്റെ എല്ലാ സങ്കടവും ദുഃഖവും ഞാൻ നിന്നോട് പറയാം. പറയില്ലല്ലോ ആൾക്കാരില്ലേ, പടച്ചോനോട് പറയില്ല. അങ്ങനെ നാട്ടുകൂടെയൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കും, പടച്ചോനോട് മാത്രം പറയില്ല. അള്ളാഹിനോട് ചോദിക്കാത്തവനെ അള്ളാഹ്ക്ക് ദേഷ്യാണ്. ഈമാൻ മനസ്സിന്ന് ശിർക്കൊക്കെ പോയിട്ട് നമ്മളെല്ലാവരും സഹായിക്കും, നമുക്ക് സംരക്ഷിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. ബദരീങ്ങളെ എന്ന് വിളിച്ചാല് ഒക്കെ ശരിയാവും. ഇതൊക്കെ എന്ത് വിശ്വാസം? ഒരു കോമൺ സെൻസുള്ള ആൾക്കാർക്ക് അറിയില്ല എന്തിനാ ബദർ ഉണ്ടായത്. ഈ ശബ്ദം ശ്രവിക്കുന്ന സാധാരണക്കാരായ മുസ്ലിം സഹോദരന്മാരെ, എന്തിനാ ബദർ ഉണ്ടായത്? അള്ളാഹനെ മാത്രം ആരാധിക്കണമെന്ന് പറയാൻ അതിനാ ബദർ ഉണ്ടായത്. അള്ളാഹനെ മാത്രം ആരാധിച്ചിട്ട് അള്ളാഹനെ മാത്രം ആരാധിക്കണമെന്ന് പറയാൻ മരിച്ചു വീണ ആളുകൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കണം. എന്താ പിന്നെന്താ ഇസ്ലാമും മറ്റുള്ളതും തമ്മിലുള്ള വ്യത്യാസം? പിന്നെന്താ നെഞ്ചത്ത് കൈകെട്ടി വെച്ച് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? പിന്നെ എന്താ സുഹൃത്തുക്കളെ അല്ലാഹ്? എന്താ വിളിന്റെ അർത്ഥം? അല്ലാഹ് എന്ന് പറഞ്ഞ സാക്ഷാൽ ആരാധ്യൻ, ആരാധന മുഴുവൻ അർഹിക്കുന്നത് പടച്ചറബ് മാത്രമാണ്. അവനാണ് അല്ലാഹ്. നിങ്ങൾ അല്ലാഹ് എന്ന് വിളിച്ചോ അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിച്ചോ, എല്ലാം പടച്ചറബിന്റെ നാമമാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹ്ക്ക് നല്ല നാമങ്ങളുണ്ട്. പടച്ച മതി ഹൃദയത്തിൽ. ഇജ്അൽ ഖൽബക മസ്ജിദാ, നിന്റെ ഹൃദയം നീ പള്ളിയാക്കിക്കോ. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, ആ പള്ളിയിൽ നീ പടച്ച റബ്ബിനെ അല്ലാതെ ആരാധിക്കല്ലേ. എന്താ ഈ പള്ളിയുടെ പ്രത്യേകത? എന്തിനാ ഇവിടെ 4 പള്ളി, എന്തിനാ ഇവിടെ 5 പള്ളി? ചോദിക്കുന്നവരോട് പറയുന്നു, ഈ പള്ളി വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളി അല്ലാഹനെ മാത്രം ആരാധിക്കാനുള്ളതാണ്. ഈ പള്ളി മറ്റു പള്ളിയിൽ നിന്ന് വ്യതിരിക്തമാകുന്നത് ഇവിടെയുള്ള ആരാധന പടച്ച റബ്ബിലേക്ക് മാത്രമാണ് ഉയർന്നു പോകുന്നത്. അതാണ് പള്ളികളെ തമ്മിൽ വ്യതിരിക്തമാക്കുന്നത്. സിമന്റ് എല്ലാം ഒന്നാണ്, കമ്പിയെല്ലാം ഒന്നാണ്, എഞ്ചിനീയർ എല്ലാം ഒന്നാണ്, വർക്കേഴ്സ് എല്ലാം ഒന്നാണ്, പ്ലംബറും പെയിന്ററും കാർപ്പൻറ്ററും എല്ലാവരും ഒന്നാണ്. പക്ഷേ അവിടെ നിന്ന് ഉയരുന്ന ആരാധനകൾ രണ്ടും 2 വഴിക്കാണ്. അതാണ് തമ്മിലുള്ള ഡിഫറൻറ്റ്. ഒന്ന് വന്നു നോക്കിയാൽ, ഒന്ന് കേട്ടു നോക്കിയാൽ, ഒന്ന് പഠിച്ചു നോക്കിയാൽ മനസ്സിലാകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മനസ്സിൽ ശിർക്ക് കലരാതിരിക്കുക. ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ നിയമങ്ങളും, ഓരോ പ്രശ്നങ്ങളും, ഓരോ കുതൂഹലങ്ങളും, കോലാഹലങ്ങളും, ഭീഷണിപ്പെടുത്തലുകളും അല്ലെ? ആരെ ഭീഷണിപ്പെടുത്തണം? മുഅ്മിനീങ്ങളെ. ഉഹദ് കഴിഞ്ഞു, ഒരുപാട് പരിക്കുകളുമായി തിരിച്ചു വരികയാണ്. ആ സമയത്ത് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. ശത്രുക്കൾ പോയിട്ടില്ല, ഇനിയും വരാനിരിക്കുന്നതുകൊണ്ട് പേടിച്ചോളീ. ഫസാദഹും ഈമാനാ, ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഈമാൻ വർദ്ധിച്ചു. വഖാലൂ ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, അവർ പറഞ്ഞു ഞങ്ങൾക്ക് അല്ലാഹു മതി, അല്ലാഹു മതി. പുറത്താക്കണോ, കൊന്നൊടുക്കണോ, തടങ്കലിലിടണോ? എന്താണ് നിങ്ങളുടെ നിബന്ധനക്കനുസരിച്ച്, നിങ്ങളുടെ വാശിക്കനുസരിച്ച്, നിങ്ങളുടെ ചർച്ചക്കനുസരിച്ച് എന്താണ് ചെയ്യേണ്ടത്? അതൊന്നും കാണുമ്പോഴേക്കൊരു വിശ്വാസി പേടിക്കാൻ പോകുന്നില്ല. മറിച്ച് വിശ്വാസിയുടെ ഈമാൻ വർദ്ധിക്കുകയാണ്. ഖാലൂ ഹസ്ബുനല്ലാഹ്, അവർ ഉറക്കെ പ്രഖ്യാപിക്കും ഞങ്ങൾക്ക് അല്ലാഹു മതി. എല്ലാവരും പോയാലും നമ്മൾ ഒറ്റക്കല്ല, പഠിച്ചോണ്ട്. ആ ഈമാൻ ഉള്ളവന് ഇതൊക്കെ ഉപകാരപ്പെടും. അല്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ പതറിപ്പോകും. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഈമാനുള്ളവർക്ക് പടച്ച റബ്ബിന്റെ ദിക്റിൽ അവരുടെ മനസ്സ് ആശ്വാസം കൊള്ളും. എന്ത് വിഷമം ഉണ്ടാവുമ്പോഴും അല്ലാഹ് അല്ലേ? ഭർത്താവ് ജോലിക്ക് പോകുമ്പോ കുട്ടി രോഗിയാ,
തിരിച്ചു വന്നപ്പോൾ മരിച്ചു. ഭാര്യ കുളിപ്പിച്ച് കഫൻ ചെയ്ത് റെഡിയാക്കി റൂം അടച്ചു വെച്ച് ഭർത്താവിനെ സ്വീകരിച്ച് ഫുഡ് കൊടുത്ത് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി അവർ പരസ്പരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കിടക്കുമ്പോ ചോദിക്കുകയാണ്. അയൽവാസി ഒരു വസ്തു നൽകി. തിരിച്ചു ചോദിച്ചാൽ കൊടുക്കണ്ടേ? കൊടുക്കണം. എങ്കിൽ അള്ളാഹു തന്ന കുഞ്ഞിനെ അള്ളാഹ് തിരിച്ചെടുത്തിരിക്കുന്നു. അള്ളാഹിനെ ഓർമ്മപ്പെടുത്തുകയാണ്. അൽ മാലിക്, അള്ളാഹുവാണ് ഉടമസ്ഥൻ എന്ന നാമത്തിലൂടെയാണ് ആ ഭാര്യ ഭർത്താവിലേക്ക് അപ്രോച്ച് ചെയ്തത്. അള്ളാഹ് എന്ന് കേൾക്കുമ്പോ വിശ്വാസിക്കത് മതി. ആയത്തുകളിൽ നിന്ന് അവന് ഈമാൻ കിട്ടും. മനസ്സ് കറയില്ലാത്ത ശുദ്ധമായ തൗഹീദാണെങ്കിൽ, ശിർക്കില്ലാത്ത അന്ധവിശ്വാസമില്ലാത്ത ഒരു പൂച്ച വിലങ്ങോടി അവരെ പേടി. ആർക്ക് ആർക്കാ സുഹൃത്തുക്കളെ പേടി? നിസ്കാരം കഴിഞ്ഞിട്ട് പറയുന്ന വാക്കെന്താ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. ഇത് പറയുന്നവന് പേടിയോ? ഇത് പറയുന്നവന് പേടിയോ? പടച്ചോനെ, നിന്റെ പക്കൽ നിന്നാണ് എല്ലാം. ഇത് വിശ്വസിക്കുന്നവൻ എന്ത് പേടി? അതുകൊണ്ട് ആയത്തുകൾ, ഈമാൻ ഉള്ളിലുണ്ടോ? അന്ധവിശ്വാസം പുറത്താണോ? മനസ്സ് ശുദ്ധമാണോ ശിർക്കിൽ നിന്ന്? അല്ലദീന ആമനൂ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ചാൽ, പടച്ച റബ്ബിനെ കുറിച്ച് പറഞ്ഞാൽ, സാദതുഹും ഈമാനാ, അവർക്ക് ഈമാൻ വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരെല്ലാം പടച്ചവനെ ഏൽപ്പിക്കും. അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് ബാക്കി പടച്ചവനെ ഏൽപ്പിക്കും. ഹൃദയം ഉറച്ചു നിൽക്കും. ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും, ഒരു സമാധാനം, ഒരു കാം ആൻഡ് ക്വയറ്റ്, ഒരു അച്ചടക്കം. പൊട്ടിത്തെറിക്കാതെ, മാറത്തടിക്കാതെ, വിലപിക്കാത്ത ഒരവസ്ഥ ഉണ്ടാവും. വിശുദ്ധ ഖുർആനും പ്രമാണവും എന്താണോ പറഞ്ഞത് അവിടെ നിൽക്കും. ഹൃദയത്തിക്ക് ഖുർആനും കാര്യങ്ങളും ഇങ്ങനെ ഇറങ്ങും, അല്ലാത്തവർക്ക് ഇത് ഇറങ്ങൂല. അഫലം യസീറൂ ഫിൽ അർദ് ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ ഔ ആദാനുൻ യസ്മഊന ബിഹാ ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ. എന്താ മുൻഗാമികൾക്ക് പറ്റിയത്? ഹൃദയം ഉണ്ടായി, അവർ കേട്ടു. കാതുണ്ടായി, അവര് കാതുകൊണ്ട് അവർ കേട്ടു, പക്ഷെ ഹൃദയത്തിക്ക് കേറിയില്ല. എന്തേ പറ്റിയത്? അവർക്ക് കണ്ണിനല്ല അന്ധത ബാധിച്ചത്, അവരുടെ ഹൃദയത്തിന് അന്ധത ബാധിച്ചു. അവരുടെ ഹൃദയത്തിൽ അന്ധവിശ്വാസം ഖുറാഫാത്തൊക്കെ ഉണ്ടായാലും അന്ധത ബാധിക്കും. ഹൃദയത്തിന്റെ അടഞ്ഞു കിടക്കും, ഈമാനോട് കേറൂല. മനസ്സിലായില്ലേ? ഇബ്രാഹിം നബി ചോദിച്ചില്ലേ? അല്ല വലുതാ ചോദിച്ചു നോക്കി, ആരാണ് പൊട്ടിച്ചത്? അപ്പൊ അവരവരിലേക്ക് തിരിഞ്ഞു. സംസാരിക്കൂലല്ലോ, ഞങ്ങൾ എന്താ ചെയ്യാ? പെട്ടെന്ന് അവരുടെ കുനിഷ്ട് പിശാച് അവരുടെ മനസ്സിലേക്ക് കുരുട്ട് ബുദ്ധി ഓർമ്മിപ്പിക്കുകയാണ്. അതിപ്പോ എനിക്കും അറിയില്ലേ സംസാരിക്കൂല, എന്ത് ചോദ്യമാണിത്? പെട്ടെന്ന് തിരിഞ്ഞു പോകണം. ഈ സത്യമൊക്കെ കേട്ടാലും തിരിഞ്ഞു പോണ കുറെ ആൾക്കാരുണ്ട്. ഇതൊന്ന് പിടിച്ചു വെച്ച് ഇരുന്നൊന്ന് പഠിച്ച് നമ്മുടെ ഈമാനിനെ ശുദ്ധമാക്കിയാലാണ് സ്വർഗം കിട്ടുക. മനസ്സിലായി? ഹൃദയം ശുദ്ധമാകണം. അത് ശിർക്കിൽ നിന്നും ഖുറാഫാത്തിൽ നിന്നും അന്ധവിശ്വാസങ്ങൾ ശുദ്ധമാകണം. രണ്ടാമത്തെ ഖൽബുൻ സലീം എന്ന ക്വാളിറ്റിയിൽ നിന്ന് ഹൃദയം മാറുന്നത് തെറ്റുകൾ സംഭവിക്കുമ്പോഴാണ്. റസൂൽ പറയാണ്, ഹൃദയത്തിൽ ഓരോ തെറ്റും കറുത്ത പുള്ളികൾ വീഴ്ത്തും, മനസ്സിന്റെ സ്വാസ്ഥ്യം കെടുത്തും. എന്താ തെറ്റെന്ന് വെച്ചാൽ റസൂൽ എന്താ പറഞ്ഞു? മാ ഹാക ഫീ സദ്രിക, നിന്റെ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതാണ് തെറ്റുകൾ. ഒളിച്ചും മറച്ചും കൊണ്ടു നടക്കുന്ന തെറ്റുകൾ അത് മനസ്സിനെ തകർക്കും, മനസ്സിന്റെ കരുത്ത് നശിപ്പിക്കും, സ്വമേധയാ സ്വന്തത്തെക്കുറിച്ചുള്ള വിശ്വാസം നശിപ്പിക്കും. ഭയവും ദുഃഖവും ഖേദവും നിരാശയും നമ്മളെ വേട്ടയാടും. ഹൃദയത്തിന് ഇത്ര വലിയ പരിക്കുണ്ടാക്കണ വേറെ കാര്യമില്ല. ഓരോ തെറ്റുകളും വലിയ പരിക്കാണ്. വെറുതെ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് വേണ്ടാത്ത കാഴ്ചകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴേ നമ്മൾ വിചാരിക്കേണ്ട നമുക്കൊരു പരിക്കുണ്ടാക്കണില്ല. അത് നമ്മുടെ മനസ്സിന് പരിക്കാണ്, നമ്മുടെ ദീനിന് പരിക്കാണ്. നമുക്ക് പടച്ച റബ്ബ് എഴുതിയ ബറക്കത്തിന് അത് തടസ്സമാണ്. ലയുഹ്റമു റിസ്ഖ ബിദ്ദംബി യുസീബ, ഇന്നൽ അബ്ദ ലയുഹ്റമു റിസ്ഖ ബിദ്ദംബി യുസീബ. ഒരാൾ ചെയ്യുന്ന പാപങ്ങൾ അയാൾക്ക് റിസ്ക് തടയപ്പെടാൻ വരെ കാരണമാകും, മുസീബത്ത് ഇറങ്ങാൻ കാരണമാകും, അള്ളാന്റെ ശിക്ഷ ഇറങ്ങാൻ കാരണമാകും. സുഹൃത്തുക്കളെ, സ്വർഗ്ഗമാർക്ക വഉസ്ലിഫത്തിൽ ജന്നതു ലിൽ മുത്തഖീന ഗൈറ ബഈദ്, മുത്തഖികൾക്ക് സ്വർഗ്ഗം അടുത്ത് കൊണ്ടുവരും. പരലോകത്തിങ്ങനെ ചെന്ന് നിൽക്കുമ്പോഴേ മുത്തഖിയുടെ അടുത്ത് തന്നെ സ്വർഗ്ഗം ഉണ്ടാവും. എത്ര സന്തോഷമായിരിക്കും അല്ലേ? ആരാ മുത്തഖി? അല്ലാഹു കൽപ്പിച്ചത് ചെയ്യുന്നവൻ, അല്ലാഹു വിലക്കിയത് മാറ്റി വെക്കുന്നവൻ. ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീർ.
ഗളീദ്. പടച്ചറബിനെ സൂക്ഷിച്ച് പടച്ചറബിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന മുത്തഖികൾക്ക് പടച്ചറബ് വാഗ്ദാനം ചെയ്തതാണ് സ്വർഗ്ഗം. അടുത്ത ആയത്ത് കേട്ടോ, മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ്. പടച്ചോനെ അദൃശ്യമായിട്ട് ഭയപ്പെടുന്നവൻ, പടച്ചവനിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ഹൃദയമുള്ളവൻ. ഞാൻ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളോട് ചോദിക്കുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആട്ടിടയനോട് ചോദിച്ചു, ഒരു ആടിനെ തരുമോ? പറഞ്ഞത് എന്റേതല്ല, യജമാനൻ വേറെയാണ്. യജമാനൻ അറിയോ എത്ര തോന ആടുകളിൽ നിന്ന് ഒരു ആടിനെ ചെന്നായി പിടിച്ചു പറഞ്ഞ പോരെ? അതും ചോദിക്കുക. അപ്പോൾ അള്ളാഹ് എവിടെയാണ്? അള്ളാഹിനോട് ഞാൻ എന്താ പറയാ? ഒരാട്ടിടയൻ ചോദിച്ച ആ തഖ്വ, റൂമിലായിരിക്കുമ്പോ, ഓഫീസിലായിരിക്കുമ്പോ, ക്യാമ്പസിലായിരിക്കുമ്പോ, വീട്ടിൽ ആരുമില്ലാതെ തനിച്ചായിരിക്കുമ്പോ ആ തഖ്വ സുഹൃത്തുക്കൾ നമുക്കുണ്ടോ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അള്ളാഹ് കർമ്മങ്ങൾ ഇപ്പൊ നിസ്കരിച്ചില്ലേ? അള്ളാഹ് ആരെ കർമ്മ വേണ്ട അറിയോ? അള്ളാഹ് ആരെ സ്വതക്കെ വേണ്ടെന്നറിയോ? അള്ളാഹ് ആരെ പുണ്യകർമ്മ വേണ്ടെന്നറിയോ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. പടച്ചറബിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുന്ന മുത്തഖികളുടെ കർമ്മമാണ് പടച്ചറബിന് ആവശ്യം. കാമുകന്റെ കൂടെ പോയിട്ട് വഴിയിൽ ഒരു പള്ളിയിൽ ഇറങ്ങിയിട്ട് ജമാഅത്തിന് പങ്കെടുത്തിട്ട് അവർ വീണ്ടും ബീച്ചിലേക്ക് പോയിട്ട് ഒത്തൊരുമിച്ച് അവിടെ കഴിച്ചു കൂട്ടിയിട്ട് വീണ്ടും അടുത്ത ജമാഅത്തിന് പോയിട്ട് ഇത് രണ്ടും യോജിക്കുകയില്ല. സിനിമയും നമസ്കാരവും യോജിക്കുകയില്ല. പലിശയും തോന്നിവാസങ്ങളും ചെയ്തിട്ട് നാം ചെയ്യുന്ന കർമ്മങ്ങൾ തകർന്നു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വെളുത്ത തിഹാമ പർവ്വതത്തിന്റെ അത്ര പുണ്യങ്ങളുമായിട്ട് ചില ആളുകൾ പരലോകത്ത് വരും. ചിതറിയ ധൂളികളെ പോലെ പടച്ചറബ് പാറ്റിച്ചു കളയും. നമസ്കാരമുണ്ടതിൽ, സദഖയുണ്ടതിൽ, സകാത്തുണ്ടതിൽ, ഖിയാമുൽ ലൈൽ വരെ ഉണ്ടതിൽ. എന്താണ് അവർക്ക് പറ്റിയത്? വഇൻ ഖലൂ ബിമഹാരിമില്ലാ ഇൻതഹഖൂഹാ. പടച്ചറബ് വിലക്കിയ ഹറാമുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഒത്തിണങ്ങി വന്നപ്പോൾ അവർ അതിൽ വീണുപോയി, തോന്നിവാസങ്ങൾ കണ്ടുപോയി. വെബ്സൈറ്റുകളിലൂടെ നട്ടപ്പാതിര നേരത്തെ 4 മണിക്കും 3 മണിക്കും 2 മണിക്കും ആ സമയത്ത് ആളുകൾ കൂർക്കം വലിച്ചുറങ്ങുന്ന സമയം അല്ലാഹു ഒന്നാം ആകാശത്തിൽ ഇറങ്ങിയിട്ട് ചോദിച്ചോ നിനക്ക് ഞാൻ നൽകാം, പ്രാർത്ഥിച്ചോ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാം, പശ്ചാത്തപിച്ചോ നിന്റെ പാപം ഞാൻ പുറത്തു തരാം, സഹായം തേടിക്കോ നിന്നെ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് അല്ലാഹു ഒന്നാം ആകാശത്തിൽ ഇരിക്കുമ്പോ ഈ ബെഡ്റൂമിൽ നിന്ന് ആകാശത്തേക്ക് ഉയരുന്ന സിഗ്നൽസ് മോശപ്പെട്ട കാഴ്ചകൾ. സുഹൃത്തുക്കളെ, ജാഗ്രത വേണം. രഹസ്യം ശുദ്ധമാകണം, തിന്മയിൽ നിന്ന് മുക്തമാകണം. ആരെയും ബോധിപ്പിക്കാനല്ല. ആൾക്കാരുടെ മുമ്പിലൊക്കെ മാന്യന്മാരാണ് അല്ലേ? ജീവിതത്തിൽ പ്രതിസന്ധി വന്നാൽ ഈ കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് എന്തേ ചെയ്യാൻ പറ്റുമോ? ചോദിക്കാനുള്ളത് ആരാ? പടച്ചറബ. പടച്ചറബയെ ഒന്ന് കാക്കണേ, ഒന്ന് സഹായിക്കണേ, ഒന്ന് തുണക്കണേ. ആരോടാ പറയാനുള്ളത്? പടച്ചോനോടാ. നമ്മുടെ തനി സ്വഭാവം നമ്മൾ കാണിച്ചത് പടച്ചോന്റെ മുമ്പിൽ മാത്രമാണ്. അതുകൊണ്ടാണ് സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, നിന്റെ പബ്ലിക് ലൈഫാണോ നിന്റെ പ്രൈവറ്റ് ലൈഫാണോ ഏറ്റവും സുന്ദരം? നിന്റെ രഹസ്യ ജീവിതമാണോ നിന്റെ പരസ്യ ജീവിതമാണോ ഏറ്റവും മനോഹരം? നിന്റെ രഹസ്യ ജീവിതമാണ് ഏറ്റവും മനോഹരമെങ്കിൽ നീയാണ് ഏറ്റവും ഉത്കൃഷ്ടൻ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മനസ്സ് പടച്ച റബ്ബിന് കീഴൊതുങ്ങിയ മുനീബാകണം, തൗബ ചെയ്യുന്ന മനസ്സാകണം, ഖേദിച്ചു മടങ്ങുന്ന മനസ്സാകണം, പടച്ച റബ്ബിനോട് സ്നേഹമുള്ള മനസ്സാകണം, പടച്ച റബ്ബ് വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന മനസ്സാകണം. തെറ്റ് പറ്റും. റസൂൽ പറഞ്ഞ തെറ്റ് ചെയ്യാത്ത ജനതയായിരുന്നെങ്കിൽ അള്ളാഹ് നശിപ്പിച്ചിട്ട് വേറെ തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടുവരും. പക്ഷെ തെറ്റ് സംഭവിച്ചാൽ എന്ത് ചെയ്യണം? നിങ്ങൾ തെറ്റിന് തൗബ ചെയ്യണം, നന്മകൾ വർദ്ധിപ്പിക്കണം. നന്മകൾ മനസ്സിനെ വെളുപ്പിക്കും, കറുപ്പ് നീക്കിക്കളയും. നമ്മുടെ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയാക്കി മാറ്റും. തൗബയുടെ ബെനിഫിറ്റ് ആണത്. നന്മയുടെ തൗബയുടെ ബെനിഫിറ്റ് ആണത്. ആരെങ്കിലും അല്ലാഹുവിൽ തൗബ ചെയ്താൽ തെറ്റിൽ നിന്ന് തൗബ ചെയ്തു മടങ്ങി അവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. വ്യഭിചരിച്ചിട്ടുണ്ട്, മദ്യപിച്ചിട്ടുണ്ട്, പലിശ തിന്നിട്ടുണ്ട്, തോന്നിവാസങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അവിടങ്ങളിലും ഇവിടങ്ങളിലും എല്ലാം എത്തിപ്പെട്ടിട്ടുണ്ട്, പലതിനും അടിമപ്പെട്ടു പോയിട്ടുണ്ട്. പടച്ച റബ്ബേ, തെറ്റാണ്, ഖേദമുണ്ട്, പേടിയുണ്ട്, ഇനി ഒരിക്കലും ആവർത്തിക്കില്ല റബ്ബേ, ഇത് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ നിലപാട് നന്നാക്കിയാൽ പാപങ്ങൾ ചെയ്യാത്തവനെ പോലെയാണ്. അതുകൊണ്ട് തെറ്റുകളിൽ നിന്ന് മനസ്സിനെ ശുദ്ധമാക്കുക എന്നതിനൊക്കെയുള്ള അവസരമാണ്. കാഴ്ചക്കും കേൾവിക്കും ബന്ധങ്ങൾക്കും ഒക്കെയുള്ള അവസരമുള്ള കാലത്ത് അള്ളാന്റെ അടുക്കിലേക്ക് ഒരു മടക്കമുണ്ട്, പടച്ച റബ്ബിന്റെ മുന്നിൽ ഒരു നൃത്തമുണ്ട്. ഇന്ന് നിന്റെ കിതാബ് നീ വായിച്ചു നോക്ക്, നീ ചെയ്തു കൂട്ടിയതെല്ലാം ഇതിനകത്തുണ്ട്. നിന്നെ വിചാരണ ചെയ്യാൻ ഈ കിതാബ് മാത്രം മതി. ശരീരമടക്കം സംസാരിക്കും, ഈ പ്രപഞ്ചം എടുത്ത് സംസാരിക്കും, സാക്ഷികളെ കൊണ്ടുവരും, വിസ്താരം നടത്തും. അന്ന് പിടിക്കപ്പെടാതിരിക്കാൻ വലിയ സൗഭാഗ്യം എന്താ? നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താ? ജീവൻ ഉണ്ട്.
തമ്മാടിയായ ഒരു മനുഷ്യൻ എനിക്ക് നന്നാവണം എന്ന് പറഞ്ഞപ്പോൾ ഒരു പണ്ഡിത അദ്ദേഹത്തെ കബറിങ്ങ് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഈ കബറാളി ഇപ്പൊ എന്താ ആഗ്രഹിക്കുന്നു ചോദിച്ചു. ജീവിക്കാൻ പറ്റിയെങ്കിലെന്നായിരിക്കണം. എന്നാൽ കബറാളിക്ക് ആഗ്രഹം സഫലമായില്ല. കബറാളിയുടെ ആഗ്രഹം സഫലമാകാൻ ഭാഗ്യം ലഭിച്ച ഭാഗ്യവാനാണ് നീ. അതുകൊണ്ട് ഈ ജീവിതത്തെ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോ ഇതിനേക്കാൾ വലിയ ഉപദേശം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ അദ്ദേഹം നന്നായി എന്ന് പറയുന്ന ചരിത്രം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിതം ബാക്കിയുണ്ട്, പടച്ചോൻ എഴുതിയ യാത്ര തീരും മുമ്പ്, ഇന്നത്തെ രാത്രി നാം കണ്ണടക്കും മുമ്പ് പടച്ച റബ്ബിനോട് ഏറ്റു പറയാൻ നമുക്കാവണം. ഹറാമായ ഒരു കാഴ്ച വേണ്ട, കേൾവി വേണ്ട, ബന്ധങ്ങൾ വേണ്ട, സാമ്പത്തികമായ നമ്മുടെ ക്രയവിക്രയങ്ങളിൽ നമുക്ക് അവിഹിതമായ ഒരു അണപ്പൈസ പോലും നമ്മുടെ അക്കൗണ്ടിൽ വരുന്നില്ല എന്ന് ഉറപ്പിച്ച് എല്ലാ ഹറാമുകളിൽ നിന്ന് മുക്തമായി ജീവിക്കാൻ നമുക്ക് പറ്റണം. പകരം നമ്മൾ നന്മകൾ കൊണ്ടുവരിക. നിസ്കാരം, ജമാഅത്ത്, ഖുർആനോത്ത്, ദിക്ർ, ദുആ, ദഅവത്ത്, പകരം നന്മകളെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ഫോണും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നന്മകൾ പഠിക്കാനും പ്രവർത്തിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്ന് ഹൃദയം സലീമായിരിക്കണം. സുഹൃത്തുക്കളെ, അസൂയ ഒരു മനുഷ്യനെ നശിപ്പിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അഫ്ളലുൻ നാസ് കുല്ലു മഖ്മൂമിൽ ഖൽബ് സദൂഖുൽ ലിസാൻ. ജനങ്ങൾ ഏറ്റവും നല്ലവൻ, ഏറ്റവും ശ്രേഷ്ഠൻ മഖ്മൂമുൽ ഖൽബും സദൂഖുൽ ലിസാനും. സ്വഹാബത്ത് പറഞ്ഞു, സദൂഖുൽ ലിസാൻ ഞങ്ങൾക്ക് മനസ്സിലായി, അത് സംസാരിക്കുമ്പോൾ സത്യസന്ധത പാലിക്കാന്നുള്ളത്. ആരാണ് ഈ മഖ്മൂമുൽ ഖൽബ് നബിയെ? റസൂൽ പറയാണ്, അത്തഖി അന്നഖി ലാ ഇസ്മ ഫീ വലാ ബഗി വലാ ഗിൽ വലാ ഹസദ്. ഒരു മോശം സ്വഭാവമില്ലാത്ത, പടച്ചറബിനെ സൂക്ഷിക്കുന്ന, ഒരാളെയും വഞ്ചിക്കാത്ത, ഒരാളോടും അസൂയയില്ലാത്ത ഹൃദയം. അസൂയ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അസൂയ തോന്നുമ്പോ വിശ്വാസിയുടെ ഹൃദയം അവനെന്ത് ചെയ്യും? ട്രീറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? അസൂയ എല്ലാവർക്കും തോന്നും, പക്ഷെ അസൂയ വരുമ്പോ വിശ്വാസിയുടെ മനസ്സ് അവനെ ട്രീറ്റ് ചെയ്യും. പണ്ഡിതന്മാർ പറയുന്നത്, ഈ അസൂയ വിധിവിശ്വാസത്തിന്റെ കുറവാണ്. അള്ള ഒരാൾക്ക് കൊടുത്തത് നമുക്ക് എന്തിനാണ് പരിഭവം? അത് അള്ള കൊടുത്തതാണ്. നമുക്ക് അള്ളാഹിനോട് ചോദിച്ചാ പോരെ? അയാൾക്ക് ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ബാറക്കല്ലാഹു ഫീക്, അത് നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നൽകിയതിനെല്ലാം കണക്ക് പറയണ്ടേ? എല്ലാം പടച്ചിറപ്പ് തരുന്നതല്ലേ, കൊടുക്കുന്നതല്ലേ? അതുകൊണ്ട് നമുക്ക് കിട്ടിയതിൽ നമ്മൾ തൃപ്തിപ്പെട്ട് മറ്റൊരാളോടും അസൂയയില്ലാത്ത, പകയില്ലാത്ത, രാത്രി ഉറങ്ങുമ്പോൾ ഒരാളോടും പകയുണ്ടാകരുത്. ശൈത്താൻ അതിനു വേണ്ടി പരിശ്രമിക്കും. ഇന്നമാ യുരീദു ശൈത്താൻ അയൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ. പിശാച് ലഹരിയിലൂടെ നിങ്ങൾക്കിടയിൽ ശത്രുതയാണ് ഉദ്ദേശിക്കുന്നത്, വെറുപ്പുണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആരോടും വെറുപ്പുണ്ടാവരുത്, ആരുമായും പിണങ്ങി നിൽക്കരുത്, പരസ്പരം അകൽച്ചയാകരുത്. 3 ദിവസം പിണങ്ങി നിന്നാൽ രക്തം ചിന്തിയതിന് തുല്യമാണ്. ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ, ഉമ്മയും മക്കളും തമ്മിൽ, ബാപ്പയും മക്കളും തമ്മിൽ, അയൽവാസികൾ തമ്മിൽ മിണ്ടിയിട്ട് കാലമേറെയായി. ഏത് സ്വർഗം, ഏത് പരലോകം? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തിങ്കളും വ്യാഴവും കർമ്മങ്ങൾ ഉയർത്തുമ്പോൾ 2 പേരുടെ കർമ്മങ്ങൾ തടഞ്ഞു വെക്കും. ആരാണത്? ബൈനഹു വ ബൈന അഖീഹി ശഹ്ന. അവനും അവന്റെ കൂട്ടുകാരനും ഇടക്ക് ശത്രുതയുണ്ട്, അവർ പിണക്കത്തിലാണ്, അവർ വെറുപ്പിലാണ്, അവർ അങ്ങേയറ്റത്തെ വൈരാഗ്യത്തിലും വക്കാണത്തിലുമാണ്. അവരുടെ കർമ്മങ്ങൾ ആകാശത്തേക്ക് ഉയരാതെ പോകും. സ്വഭാവം നന്നാക്കാൻ, സൽഗുണ സമ്പന്നരാകാൻ, എളിമ കാണിക്കാൻ, എല്ലാവരോടും പുഞ്ചിരിക്കാൻ, നിസ്വാർത്ഥനാവാൻ, ഇങ്ങോട്ട് വാരിക്കൂട്ടാന്നതിന് പകരം മറ്റുള്ളവർക്കും കൊടുക്കാൻ, പാവങ്ങളെ സഹായിക്കാൻ, കുടുംബങ്ങൾ ചേർക്കാൻ, മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാൻ, മക്കളോട് വാത്സല്യം കാണിക്കാൻ, തന്നെ ഉപദ്രവിച്ചവരോട് പോലും ഏറ്റവും നല്ല ഇണക്കത്തിൽ വർത്തിക്കാൻ. ഇതല്ലേ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത്? ഇത്ര മനോഹരമായ ഒരു മതം സമൂഹത്തിൽ ഇത്രയധികം വിമർശിക്കപ്പെടുമ്പോ മുസ്ലിമായി ജീവിച്ച് മാതൃക കാണിച്ചു കൊടുക്കേണ്ട നമ്മള് വഴികേടിലേക്ക് പോയാൽ, ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയുന്നതിന് നെഞ്ചേറ്റിയിട്ട് ശരിയാണ്, ഇസ്ലാം ഇങ്ങനെ അടിച്ചമർത്തുന്ന മതമാണ്, അതുകൊണ്ട് ഞങ്ങൾക്കും തുറന്നിടണം എന്ന് പറഞ്ഞ് തുറന്നിടാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അതുകൊണ്ട് തനതായ സ്വഭാവത്തിലേക്ക്, ഇസ്ലാമിന്റെ സുന്ദരമായ തീരത്തേക്ക് നമ്മൾ കടന്നു വരികയും നമ്മുടെ മനസ്സിനെ എല്ലാ കറകളിൽ നിന്നും, എല്ലാ അശുദ്ധിയിൽ നിന്നും, എല്ലാ വേണ്ടാത്ത ചിന്തയിൽ നിന്നും മുക്തമാക്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ സ്വഹാബത്ത് വന്നു. നബി, ഒരു പെണ്ണ്, അവർ നിസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, സ്വതഖ കൊടുക്കുന്നു, ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്നു, പക്ഷേ യുദി ജിറാനിഹാ ബിലിസാനിഹാ, നാവ് കൊണ്ട് അയൽവാസികളെ ദ്രോഹിക്കുന്ന പെണ്ണാണ്. അവളിൽ വല്ല നന്മയുമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ ഖൈറ ഫീഹാ, അവളിൽ ഒരു നന്മയുമില്ല, ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. നരകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പോകാനുള്ള കാരണം 2 എണ്ണമാണ്. ഒന്ന് ലൈംഗിക അവയവമാണ്, മറ്റൊന്ന് റസൂലുള്ളാഹി നാവ് പിടിച്ചിട്ട് പറഞ്ഞു, ഹാദാ, വിജയിക്കണമോ നാവിനെ അടക്കി നിർത്തിക്കൊള്ളണം. ഖുലിൽ ഹഖ്, സത്യം പറയണം, ഒരാളുടെയും കുറവ് പറയരുത്, ഗീബത്ത് പറയരുത്, പരസ്പരം തമ്മിലടിപ്പിക്കരുത്, കേട്ട് കേൾവി ഖീല വഖാൽ, കണ്ടതും കേട്ടതും പറയരുത്, ഒതന്റിക്കായി കിട്ടിയത് പറയേണ്ട, അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പറയുക.
പണ്ഡിതന്മാർ പറയുന്നത് സംസാരിക്കാൻ നീ പഠിച്ചതുപോലെ മിണ്ടാണ്ടിരിക്കാനും നീ പഠിക്കണം എന്നാണ് സ്വഹാബത്ത് പറഞ്ഞത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മനസ്സിന്റെ കറകൾ നീക്കി മനസ്സിനെ ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങൾ, കിബിർ, ദുനിയാവിനുള്ള ആർത്തി, അസൂയ, പക, വിദ്വേഷം, മോശപ്പെട്ട അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ, അതിമോഹങ്ങൾ, ഇതിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സിനെ മുക്തമാക്കി സ്വർഗത്തിനു വേണ്ടി പടച്ചറബ് നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് കർമ്മങ്ങൾ ഒരുക്കി തിന്മകൾ മാറ്റിവെച്ച് വിശ്വാസം ശരിപ്പെടുത്തി പരമാവധി നന്മയുടെ പാന്താവിൽ പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് പോകാനും ആ വഴിയിൽ നമ്മുടെ കുടുംബത്തെ കൊണ്ടു നടക്കാനും നമ്മൾ പരിശ്രമിക്കണം. 2 വാക്കുകൂടെ മക്കളെ കുറിച്ച് ചേർത്ത് വെക്കുകയാണ്. കണ്ണ് കണ്ട ആണുങ്ങളുടെ കൂടെ കയറിപ്പോകുന്ന ഈ മക്കൾക്ക് ബാപ്പയില്ലേ, ഉമ്മയില്ലേ? തോന്നിയ വേഷം ധരിക്കുന്ന ഇവർക്ക് രക്ഷിതാക്കളില്ലേ? എന്താ അവരെ നിയന്ത്രിക്കാത്തത്? എന്താ അവർക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്താത്തത്? എന്താണ് അവിടെ കാര്യം ശ്രദ്ധിക്കാത്തത്? യഥേഷ്ടം അലഞ്ഞു നടക്കുകയാണ്. 17കാരി ആത്മഹത്യ ചെയ്യാൻ കാരണം സഹപാഠി അവളെ ഗർഭിണിയാക്കി. വായിച്ചില്ലേ നമ്മൾ ന്യൂസ്? 17കാരി ആത്മഹത്യ ചെയ്യാൻ കാരണം സഹപാഠി അവളെ ഗർഭിണിയാക്കി. സ്നേഹമല്ല, ഇഷ്ടമല്ല, പ്രണയമല്ല, ആഭാസമാണ്, തോന്നിവാസമാണ്, അക്ബറുൽ കബായിർ, വൻ പാപമാണ്, വ്യഭിചാരമാണ്. ബെസ്റ്റി എന്ന് പറയുന്നത് ബെസ്റ്റി. അവനാണ് എന്നെ മനസ്സിലാവുക, അവനാണ് എന്നെ കെയർ ചെയ്യുക, അവനാണ് എന്നെ ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയതിൽ എന്ത് ഖൈറുണ്ടായാലും അത് ഖൈറല്ല. എല്ലാ ഖൈറും പഠിപ്പിച്ചവൻ പടച്ചറബാണ്. യുഹല്ലു ലഹുമുത് ത്വയ്യിബാത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. എല്ലാ ത്വയ്യിബത്തുകളും ഹലാലാക്കിയവനാണ് പടച്ചറബ്. എല്ലാ ഖബായിസും നിഷിദ്ധമാക്കിയവനാണ് പടച്ചറബ്. കള്ളിൽ എന്ത് ഗുണമാണുള്ളത് പറയട്ടെ? കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം എന്ന് ഇവിടുത്തെ എത്തിസ്റ്റുകൾ പറയുമ്പോൾ എന്ത് ഗുണമാണുള്ളത്? എത്ര സ്ത്രീകളാണ് വിധവകളായത്? എത്ര മാതാപിതാക്കളാണ് കൊല ചെയ്യപ്പെട്ടത്? എത്ര പിഞ്ചു മക്കളാണ് നിഷ്ഠൂരമായി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത്? ഈ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളത്തിന്റെ മണ്ണിലല്ലേ സഹോദരന്മാരെ? 5 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞ് ആ കുട്ടിയുടെ ദേഹത്ത് വലിയ പാറക്കല്ല് കയറ്റി വെച്ചിട്ട് മദ്യം ഇവിടെ ലീഗലൈസ് ചെയ്യണമെന്ന് പറയുന്നവർക്ക് എന്ത് ധാർമ്മികതയാണുള്ളത്? എന്ത് സാമൂഹിക നന്മയാണ് അവർ ആഗ്രഹിക്കുന്നത്? എന്ത് പുരോഗമനമാണ് അവർക്ക് പറയാനുള്ളത്? മനുഷ്യന്റെ മനസ്സിനെ നമസ്കരിക്കുന്ന, അവന്റെ ബുദ്ധിക്ക് നേരെ മറയിടുന്ന ഇത്തരം ലഹരിയെ ലീഗലൈസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ യുവാക്കൾ ഞാനിവിടെ ജീവിച്ചിരിക്കെ അള്ളാഹുവിന്റെ ദീന് നശിപ്പിക്കപ്പെടുകയോ സമ്മതിക്കില്ലെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ രാജ്യത്തെ, സമൂഹത്തിൽ, സൊസൈറ്റിയിൽ അരാജകത്വം വിളയാടുമ്പോൾ, തോന്നിവാസങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ നിയമനിർമ്മാണങ്ങൾ നടത്തുമ്പോൾ പിഞ്ചു മക്കളുടെ മസ്തിഷ്കത്തിൽ പോലും അശ്ലീലം കുത്തി നിറച്ച് അതെല്ലാം ഒരു മനുഷ്യന്റെ റൈറ്റ് ആണ്, സ്വാതന്ത്ര്യമാണ്, ഇഷ്ടമാണ് എന്ന് വരുത്തി തീർക്കാൻ ആളുകൾ ഇവിടുത്തെ സർക്കാർ അടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ തന്റെ ഇടമുള്ള യുവാക്കളെ, മുസ്ലിമീങ്ങളെ, നമ്മുടെ ദൗത്യം വലുതാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് നേരെ ഉഹുദിന്റെ മുകളിൽ നിന്ന് ചീറിയെടുത്ത അമ്പുകൾക്ക് തങ്ങളുടെ വിരിമാറി പിളർത്തി കാണിച്ചു കൊടുത്ത് അല്ലാഹുവിന്റെ പ്രവാചകനെ സംരക്ഷിച്ച ആ സഹാബത്തിലെ യുവാക്കൾ നടത്തിയ ആ ഒരു സംരക്ഷണം ഈ കാലത്ത് യുദ്ധമില്ലാത്ത ഈ ഇന്ത്യ എന്ന മഹാരാജ്യം നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി അല്ലാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കാൻ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച ഇതര മതസ്ഥരിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇതാണ് ഇസ്ലാം എന്ന് പറയാൻ, അതല്ല ഇസ്ലാം എന്ന് പറയാൻ, തീവ്രവാദമാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ അല്ല, ഇസ്ലാം കാരുണ്യമാണെന്ന് പറയാൻ, കുഴപ്പക്കാരനാണ് നബി എന്ന് പറയുമ്പോൾ അല്ല, തമ്മിലടിച്ച ഒരു ജനതയെ തമ്മിൽ ചേർത്തിണക്കിയ ഒരു മഹാപ്രവാചകന് മുഹമ്മദ് നബിയിൽ നിങ്ങൾക്ക് കാണാമെന്ന് പഠിപ്പിക്കാൻ ഇനി ഒരു ഇബ്രാഹിം നബി വരാനില്ല. ഇവിടുത്തെ മുഹമ്മദും ഇവിടുത്തെ അഹമ്മദും ഇവിടുത്തെ ഫാത്തിമയും ഇവിടുത്തെ ആയിഷയും അവർ നിർവഹിക്കേണ്ട ദൗത്യമാണ് ഈ ദഅവത്ത്. ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്തെങ്കിലും നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു കൽപ്പനയാണ് ഇവിടെ നാം ശിരസ വഹിച്ച് നിർവഹിക്കുന്നത്. ഈ പ്രോഗ്രാം സമാപനമല്ല. ഈ നാടിന്റെ മുഴുദിക്കുകളിലും നമുക്കൊരു വീടുണ്ടെങ്കിൽ, ആ വീടിന് സിറ്റ് ഔട്ട് ഉണ്ടെങ്കിൽ, ഇവിടെ നിന്ന് ഒരു 200 രൂപ വാടകയ്ക്ക് ഒരു സ്പീക്കർ വാങ്ങിയാൽ ഇവിടുത്തെ ഉസ്താദിനെ വെച്ച് ഒരു ക്ലാസ് നടത്താം. വ്യാപിക്കട്ടെ ഇസ്ലാമിന്റെ സന്ദേശം, ആളുകൾ അറിയട്ടെ എന്താണ് ഇസ്ലാം എന്ന്. ആ ദൗത്യം സഹോദരന്മാരെ സ്വഹാബത്ത് ഏറ്റെടുത്തത് കൊണ്ടാണ് നമുക്കൊക്കെ ഇസ്ലാം കിട്ടിയത് എങ്കിൽ ആ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കാനും ഇസ്ലാമിനെ സംരക്ഷിക്കുവാനും അള്ളാഹു നൽകിയ ആരോഗ്യത്തെ, യൗവനത്തെ, മുഴുവൻ കഴിവിനെയും ശേഷിയെയും പരലോകത്ത് സ്വർഗ്ഗം ലഭിക്കാൻ ഉതകുന്ന അവസ്ഥയിലേക്ക് ഉപയോഗിക്കാൻ നമ്മൾ എല്ലാവരും പരിശ്രമിക്കണം.